എനിക്കിന്ന് സംസാരിക്കേണ്ടത് റോമർ 8-ാം അധ്യായമാണ്. അതുകൊണ്ട് ആ അധ്യായം എല്ലാവരും എടുത്തൊന്ന് വെക്കണേ. റോമർ 8-ാം അധ്യായം. റോമാലേഖനം എളുപ്പമല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വായിക്കുമ്പോൾ മനസ്സിലാകും. മറ്റെല്ലാ ലേഖനങ്ങളെക്കാൾ പഠിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാണ് ലേഖനം. അല്ലെ, പഠിച്ചു നോക്കുമ്പോൾ അറിയാം. ആദ്യത്തെ അധ്യായങ്ങൾ പിടികിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വെറുതെ പറയല്ല, പഠിച്ചിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. റോമാലേഖനം ന്യൂ ടെസ്റ്റമെൻറ്റിലെ ഏറ്റവും പ്രധാന ലേഖനമാണ്. അതും കൂടെ നിങ്ങൾ ഒരാമുഖമായിട്ട് മനസ്സിലാക്കണം. ഈ ലേഖനത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രയോജനരാഹിത്യവും ദൈവകൃപയുടെ പ്രയോജനവും, മോശയ്ക്ക് കഴിയാത്തത് യേശുക്രിസ്തു സ്ഥാപിച്ചതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നിങ്ങൾ വായിച്ചു വരും മനസ്സിലാകും, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതിരിക്കപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ മൊത്തം ആർഗ്യുമെൻ്റ്. അങ്ങനെല്ലാം കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 8-ാം അധ്യായത്തിലാണ് ഒരു ഭയങ്കര പ്രഖ്യാപനം. 1-ാം വാക്യം നിങ്ങൾക്ക് നോക്കാമോ? വായിക്കണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ റോമൻ കത്തോലിക്ക സഭയോ യാക്കോബായ സഭയോ, ഞാൻ സഭകളെ കുറ്റം പറയല്ല, നമുക്ക് പരിചയവും ശീലമുള്ള ഇവിടുത്തെ വ്യവസ്ഥാപിതമായ പഴയ സഭകൾ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള പ്രമാണങ്ങൾ കൊണ്ട് ഒരു ജഡവും കൃപയിൽ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. വിമർശിക്കാതെ റോമൻ കത്തോലിക്ക പശ്ചാത്തലമുള്ള പാലാക്കാരനായ ഞാൻ, എൻ്റെ കുടുംബത്തിലെ ആത്മീയ ദാരിദ്ര്യം അറിഞ്ഞ ഞാൻ, എൻ്റെ പിതാക്കന്മാരുടെ അന്ധകാരത്തിന് ബന്ധനം അറിഞ്ഞ ഞാൻ, എല്ലാ പഴയ സാമുദായിക കെട്ടുപാടിനെയും ഒന്നിപ്പിച്ചിട്ട് പറയുന്നു, കർമ്മം കൊണ്ട്, തീർത്ഥാടനം കൊണ്ട്, നേർച്ച കാഴ്ച കൊണ്ട്, കുമ്പസാരം കൊണ്ട്, കുർബാന കൈക്കൊള്ളപ്പാട് കൊണ്ട്, അവൻ ആചാരമര്യാദ കൊണ്ട് ഒരു ജഡവും കൃപയിൽ വരാതിരിക്കുമ്പോ ക്രിസ്തുവേശുവിന്റെ കൃപയിൽ സൗജന്യമായിട്ടത്രേ നീതിരിക്കപ്പെടുന്നത്. യേശുവിന്റെ പുണ്യ രക്തം സകല പാപവും പോക്കി നമ്മെ വെടിപ്പാക്കുന്നുവെന്ന് സന്തോഷമുള്ള അനുഭവത്തിന്റെ കരുത്തുള്ള എല്ലാവരും ദൈവത്തെ ശക്തമായി സമർത്ഥമായിട്ട് ആരാധിക്കട്ടെ. യേശുവിന്റെ ക്രൂശിലെ തിരുബലി കൊണ്ട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ഇവിടെ ഉണ്ട് നല്ല വർഷിപ്പ്, നല്ല ഇൻസ്ട്രുമെന്റ്സ്, ഏർപ്പാടെല്ലാം ഉണ്ട്. എനിക്ക് സന്തോഷമാണെങ്കിലും ഒരു കാര്യം ഞാൻ മാറ്റി പറയാം. ടീം ഇല്ലെങ്കിലും, നല്ല പെർക്കഷനും കീബോർഡും ഗിറ്റാറും ഇല്ലെങ്കിലും, നല്ല കയ്യടിയും ലീഡർഷിപ്പും ഇല്ലെങ്കിലും, നല്ല സിസ്റ്റം ഇല്ലെങ്കിലും, ഇമാതിരി സംവിധാനമില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ ഏത് സ്ഥലത്തും, അത് പള്ളിയാകട്ടെ തുറസായ സ്ഥലമാകട്ടെ, ദൈവത്തെ ആരാധിക്കാൻ ഒറ്റ കാര്യം മതി. യേശുവിന്റെ പാപം ക്ഷമിച്ചു, യേശുവിന്റെ പാപം ക്ഷമിച്ചു എന്ന് മാത്രം ഓർത്താൽ അവരെല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ പോകുക. അവരെ തടയാൻ ലോകത്തിൽ ആർക്കും പറ്റില്ല. ആരാധനയ്ക്ക് അടിസ്ഥാനം ആമ്രേടിക്കലല്ല, അലങ്കാരമല്ല, ആൾക്കൂട്ടമല്ല, ആരാധനയുടെ സംവിധാനമല്ല, സന്നാഹമല്ല, സിസ്റ്റമല്ല, കയ്യടിയല്ല. യേശുവിന്റെ രക്തത്തിന്റെ കഴുകൽ ഓർക്കുന്ന എല്ലാവരും ദൈവത്തെ ആരാധിക്കും. അവർ ദൈവത്തെ ആരാധിക്കും. ആരാധനയെ തടയാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ അപ്പൻ പാസ്റ്ററായിരുന്നേ, മരിച്ചുപോയി. 20 കൊല്ലമായി. 45 കൊല്ലം കർത്താവിൻ്റെ വേല ചെയ്ത, മലബാറിൽ മാത്രം പ്രവർത്തിച്ച, കോഴിക്കോട് കുറ്റ്യാടിക്കാരായി ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ ആരംഭിച്ച ചെറിയ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായ എൻ്റെ അപ്പൻ പാലാ പൈക 7-ാം മൈലിൽ നിന്ന് റോമൻ കത്തോലിക്ക പള്ളിയിൽ നിന്ന് പുസ്തകവും വേദപുസ്തകവും ഒരിക്കലും വായിക്കാൻ കിട്ടാതെ, ഞങ്ങളുടെ വല്യപ്പച്ചൻ കത്തോലിക്ക പള്ളിയിൽ നിന്ന് പോകുന്നെങ്കിലും ഒരനുഭവം ഇല്ലാതെ പാലാ പട്ടണത്തിൽ വെള്ളമടിച്ച് ചെന്നപ്പോൾ കോട്ടയത്ത് നിന്ന് 2 സഹോദരന്മാർ CMSകാർ പോയി
യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒരു കോപ്പി കൊടുത്ത് അത് വായിച്ച് കണ്ണ് തുറന്ന് കൃപയിൽ വന്നിട്ട് എല്ലാവരും അടിച്ചു പുറത്താക്കി മലബാറിലേക്ക് ഓടിപ്പോക്ക് നടത്തി. ഞങ്ങളുടെ ഓല മേഞ്ഞ കൊച്ചു കൂരയ്ക്കകത്ത് ഒരു കൂട്ടം ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ച് സന്തോഷമായി കർത്താവിനെ നമിച്ച ഒരു ശീലമുള്ളത് കൊണ്ടാണ് ഈ രാവിലെ ഞാൻ ഈ ദൂത് ഉറക്കെ വിളിച്ചു പറയുന്നത്. എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കാൻ കഴിയണം, എവിടെയും ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. അതാ ദൈവത്തിൻ്റെ പ്രതീക്ഷ. അവിടെ എൻ്റെ അപ്പൻ്റെ സഭയിൽ, പഴയ സഭയിൽ മറിയാമ്മ എന്ന പേരുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അവരുടെ ഒറിജിനൽ പേര് കമലാക്ഷി എന്നാണ്. കമലാക്ഷി കോട്ടയംകാരിയാണ്. ഭർത്താവ് ഉപേക്ഷിച്ച കമലാക്ഷി 5 വയസ്സുകാരൻ പയ്യനെയും കൊണ്ട് മരിക്കാൻ ഒരു സ്ഥലം നോക്കി കോട്ടയത്തു നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ട് ഇറങ്ങിയിട്ട് ചുമ്മാ നടന്ന് കുറേ മൈൽ നടന്ന് വെള്ളം മാത്രം മോന് പൈപ്പിൽ നിന്ന് കൊടുത്ത് അവസാനം മരിക്കാനൊരു വിഷക്കുപ്പി ചെറുത് മേടിച്ച് മടിക്കുത്തിൽ വെച്ചിട്ട് നടന്നു പോയ വഴിയിൽ ഞങ്ങളുടെ അപ്പൻ്റെ സഭയിലെ ഒരു നല്ല അമ്മച്ചി വഴിക്കൂന്ന് കണ്ടപ്പോൾ, മോളെ നീ എവിടെ പോവായി, കൊച്ചിൻ്റെ കൈക്കും പിടിച്ചെന്ന് ചോദിച്ചിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് വിളമ്പി കൊടുത്തപ്പോൾ ഈ പാവപ്പെട്ട യുവതിയെ കണ്ണ് നിറഞ്ഞ് ഉള്ളം തകർന്നിട്ട് അവർ സങ്കടം സഹിക്കാൻ മേലാതെ വിഷക്കുപ്പി എടുത്ത് കാണിച്ച്, അമ്മേ ഞാൻ മരിക്കാൻ ഒരു സ്ഥലം നോക്കി വന്നാണെന്ന് പറഞ്ഞു. 20 കൊല്ലം ആ വീട്ടിൽ ആ വനിത താമസിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിൽ നിറഞ്ഞ അഭിഷിക്തയായി മാറി പ്രവചന ദൂത് നാട്ടുകാരോട് ലജ്ജയില്ലാതെ വിളിച്ചു പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ആ സഹോദരി എൻ്റെ അപ്പൻ്റെ സഭയിൽ, ഞാനതാ പറയാൻ വരുന്നത്, ഞാൻ 8ലും 9ലും പഠിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ സഭയിൽ അവൻ കണ്ണുമടച്ച് 3 മണിക്കൂർ ദൈവത്തെ ആരാധിക്കുന്ന ഒരേ ഒരാൾ ഈ കമലാക്ഷി എന്ന അമ്മച്ചിയാണ്. അവരെല്ലാ ഞായറാഴ്ച സാക്ഷ്യം പറയും. അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകും, ഹൃദയം തകരും. അവരാർക്കു വേണ്ടി കാത്തിരിക്കത്തില്ല, പാട്ടും മൂപ്പിക്കാൻ നോക്കിയിരിക്കത്തില്ല, അവർ കൈയടിക്കാൻ കാത്തിരിക്കില്ല. യേശുവിനെ രക്ഷിച്ചു വന്ന ഏക ഓർമ്മ മതി അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ. ഈ രാവിലെ എല്ലാവരും ഞാൻ പറയുകയാണ്, മ്യൂസിക്കിന് വേണ്ടി കാത്തിരിക്കേണ്ട, പ്രസംഗത്തിനായി കാത്തിരിക്കേണ്ട. യേശു അത്ഭുതം ചെയ്തു വന്ന അനുഭവങ്ങൾ എല്ലാവരും കരങ്ങളെ അടിച്ച് ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ, ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. അനുഭവത്തിന്റെ കഴിപ്പുള്ള, അനുഭവത്തിന്റെ തുടിപ്പുള്ള, അനുഭവത്തിന്റെ ആഴമുള്ള എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ, എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ജീസസ്, glory be to God. Jesus. Glory be to God. Amen. 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 Shabaradalahaduri khanarasa. ദാനിയേൽ സാറിനും പാസ്റ്റർ ജിജോയ്ക്കൊക്കെ അറിയാവുന്ന പഴയ പെന്തക്കോസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പഴയ പെന്തക്കോസിൽ ലീഡേഴ്സ് ഒന്നും കാര്യമായി ദൈവത്തെ ആരാധിക്കത്തില്ല. ഒരു സെൻട്രൽ പാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരൊന്ന് കൈപൊക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഏത് പ്രസംഗം വന്നാലും അവർ മൈൻഡ് ചെയ്യത്തില്ല. അവർ ജനങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കും, അവർ ആരാധിക്കത്തില്ല. ഞാൻ താഴ്മയോടെ പറയാം, പെന്തക്കോസ് പാസ്റ്ററുടെ മകന അസംസക്കോണ്ട് പാഴ്സനേജിൽ ജനിച്ചു വളർന്ന ഞാൻ, എൻ്റെ ആത്മാവ് നിറവിൻ്റെ മണ്ഡലം തെരഞ്ഞ് അന്യഭാഷ കിട്ടാതെ അഭിഷേകം പ്രാപിക്കാതെ കരഞ്ഞ് അപ്പം തലേ കൈവെക്കുന്ന എല്ലാവർക്കും ആത്മനിറവ്. എൻ്റെ തലേ കൈവച്ച് പെടലി ഒടിച്ചിട്ടും എനിക്കൊരു മാറ്റമില്ലാതെ വേദനയോടെ പുല്ലൂർ ബൈബിൾ സ്കൂൾ 972 പഠിക്കാൻ പോയി. അവിടെ എല്ലാവരും സ്പ്രിങ്ങി നിൽക്കുക. ഞാനും 2 മലബാറുകാരും മാത്രം അഭിഷേകമില്ലാതെ സങ്കടപ്പെട്ട് ഉള്ള ട്രങ്ക് പഴയ ഇരുമ്പ് വെട്ടി പൂട്ടി ഒരു ദിവസം രാവിലെ പ്രിൻസിപ്പൾ കാണാതെ 6:30 മണിക്കുള്ള തൃശ്ശൂർ ഫാസ്റ്റിൽ കയറി പോകാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ആ രാത്രി ദൈവം കരഞ്ഞപ്പോൾ ആരും കൈവെക്കാതെ
ആരും വട്ടമിരിക്കാതെ സ്വർഗം ഇറങ്ങി വരുന്നു. ഷക്കൈന മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഞങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. നിർത്താതെ ഞങ്ങൾ അഭിഷേക ജ്വാലയിൽ ദൈവത്തെ ആരാധിച്ചു. നമ്മെ തളർത്താൻ ആർക്കും പറ്റത്തില്ല, നമ്മളെ ക്ഷീണിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ആത്മശക്തി ഒരു നിറവായി മാറട്ടെ, ഒരു ചൈതന്യമായി മാറട്ടെ, ഒരു ശക്തിയായി മാറട്ടെ. എൻ്റെ പഴമയുടെ എല്ലാ ജീർണിപ്പുകളെയും ഞാൻ ആത്മാവിൽ തുടച്ചിട്ട് കുറെ കാലമായി. ദാനിയേൽ സാറ് പ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെയൊക്കെ കുറച്ച് കുറവല്ലേ ഉള്ളൂ ഞാൻ വിചാരിച്ച്. കർത്താവിൻ്റെ വേല 45 കൊല്ലമായി കുറേശ്ശെ ചെയ്യുന്നു. ന്യായമായ ക്ഷീണവും ചില്ലറ പ്രശ്നങ്ങളും എനിക്കുണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ ഒരു കൂസലും എനിക്കില്ല, ഒരിക്കലുമില്ല. എനിക്ക് ആർക്കു വേണ്ടി നോക്കിയിരിക്കാൻ നേരമില്ല, പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല. കാരണം വന്നു മുട്ടുമടക്കുമ്പോഴേ ദൈവം അത്ഭുതം ചെയ്തു വന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ ആരാധിക്കും. അനുഭവത്തിന്റെ കരുത്തുള്ളവർ ദൈവത്തെ ആരാധിക്കും. ഇന്ന് രാവിലെ അനുഭവം ഉണ്ടെങ്കിൽ യേശു തൊട്ടവർ ഈ രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. കർത്താവ് തൊട്ട എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. യേശു കരം പിടിച്ച എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. അനുഭവമുള്ള എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. രോഗസൗഖ്യം പ്രാപിച്ച എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. കർത്താവ് തൊട്ടവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാവിലെ ആർക്കും വേണ്ടി കാത്തിരിക്കാതെ, ആർക്കും വേണ്ടി നോക്കിയിരിക്കാതെ അഭിഷേകത്തിന്റെ ജ്വാലയിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആമേൻ, 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 ആമേൻ. എല്ലാ വായും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ നാവിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. ആദരത്തിന്റെ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. ഒരു അഭിഷേകത്തിന്റെ പുതുക്കത്തിൽ ആത്മാവിന്റെ ജ്വാലയിൽ ഇന്ന് രാവിലെ എല്ലാവരും മടിക്കാതെ അനുഭവമുണ്ടെങ്കിൽ, യേശു അകത്തുണ്ടെങ്കിൽ, കർത്താവ് തൊട്ടത് പരമാർത്ഥമാണെങ്കിൽ ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. മൂവാറ്റുപുഴ കീഴ്മേൽ മറിയട്ടെ. മൂവാറ്റുപുഴ ബന്ധനങ്ങൾ തകരട്ടെ. അന്ധകാര അവകാശവാദങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. അഭിഷേക വ്യാപാരം ഉണ്ടാകട്ടെ. ഓ, അഭിഷേകം പ്രാപിച്ച എല്ലാവരും അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കട്ടെ. മടിക്കാതെ എല്ലാ വായും, എല്ലാ നാവും, എല്ലാ ആദരവും ഇന്ന് രാവിലെ മടിക്കാതെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ആത്മനിറവിൽ അഭിഷേകത്തിന്റെ ജ്വാലയിൽ ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു ദൂത് ചേർത്ത് പറയാൻ എന്നോട് ദൈവാത്മാവ് പറയുന്നു. ഞാൻ ബഹുമാൻ ദാനിസ്ഥാനെ പോലെ പ്രവചനപരമൊന്നുള്ള ആളല്ല, പക്ഷെ എനിക്ക് അകത്തുള്ളൊരു പ്രകാശം പറയാണ്. നമ്മുടെ ഭവനങ്ങളിലെ ബന്ധനങ്ങൾ മാറ്റാൻ വിശേഷ സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവന്ന് ഉപവാസപാത്രം വെച്ച് 3 ദിവസം വേദനിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. കൊണ്ടുവന്നാൽ കുഴപ്പമില്ല, എപ്പോഴും ഈസി അല്ല. ആരാധനയും അഭിഷേകവും പൊതുക്കൂട്ടായ്മയിൽ മാത്രമല്ല വ്യാപരിക്കേണ്ടത്. ഞായറാഴ്ച പള്ളിക്കകത്ത് മാത്രം വ്യാപരിക്കുന്ന ഒന്നല്ല ദൈവശക്തി എന്നത്. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. വീട്ടിനകത്ത് തിരക്ക് കൂടിയിട്ട് പണി ഒടുങ്ങാത്ത അമ്മമാരും ലേറ്റായിട്ട് കയറി വരുന്ന അച്ഛന്മാരും അവർ ജോലിയെ ഞാൻ പഴിക്കുന്നില്ല. പഠിപ്പ് മൂത്ത് പഠിപ്പിസ്റ്റുകളായി മാറി കമ്പ്യൂട്ടിങ്ങും ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങും പ്രോജക്റ്റ് വർക്കും എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും എല്ലാം കൂടെ ആയിട്ട് ആകെ ചാപ്പാട് ഒഴിവാക്കാൻ മേലല്ലോ, അത് മുറക്കി കഴിക്കണമല്ലോ. ആകെ ഒഴിവാക്കാവുന്നതും കുറയ്ക്കാവുന്നതും ഫാമിലി പ്രെയർ മാത്രമായതുകൊണ്ട് ആമേൻ ഓടിച്ചിട്ട് ഒരു അരമുറി പാട്ടും ചുമ്മാ ചെറിയൊരു സങ്കീർത്തന വായനയും ഒരു കൊച്ചു പ്രാർത്ഥനയുമായി ഉഴപ്പി തല്ലിപ്പോയ കുടുംബത്തിനകത്ത് പിശാചിന്റെ പോരാട്ടമുണ്ടെങ്കിൽ, അന്ധകാര ബന്ധനമുണ്ടെങ്കിൽ, രോഗത്തിന് കെട്ടുണ്ടെങ്കിൽ ഈ രാവിലെ പരിഹാരം മറ്റൊന്നുമില്ല. മടങ്ങി വരട്ടെ ദൈവസഭ, മടങ്ങി വരട്ടെ.
ദൈവമക്കൾ മടങ്ങി വരട്ടെ. ഭവനത്തിനകത്ത് ആരാധന ഉയരട്ടെ. വീട്ടിനകത്ത് ആരാധന ഉയരട്ടെ. വീട്ടിനകത്ത് അന്യഭാഷ ഉയരട്ടെ. സ്തുതികൾ ഉയരട്ടെ. ദുഷ്ടന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ മറ്റാരും വേണ്ട. നീ ആരാധിച്ച് ദുഷ്ടന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ ഒരു അഭിഷേകത്തിന്റെ വല്ലഭത്വം, ഒരു ആത്മാവിന്റെ വല്ലഭത്വം, ഒരു ദൈവശക്തിയുടെ വല്ലഭത്വം ഈ രാവിലെ എല്ലാവരും ഏറ്റെടുക്കട്ടെ. അഭിഷേകം കെട്ടുകളെ പൊട്ടിക്കട്ടെ. ബന്ധനങ്ങളെ തകർക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴയ പാസ്റ്ററാണ്. എനിക്കൊന്ന് ഇപ്പം ഇവിടെ സീനിയർ മോസ്റ്റ് ഞാനായിരിക്കും. 45 കൊല്ലമായി. 18 വയസ്സായപ്പം സഭാശുശ്രൂഷ ആരംഭിച്ച ആളാണ്. ഞാനൊരു പഴക്കമോ തഴക്കമോ പറയാനല്ല ഈ പറയുന്നത്. പഴക്കത്തിൻ്റെ ദോഷങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് വിളിച്ചു പറയുക. പഴക്കത്തിൻ്റെ എല്ലാ കുഴപ്പവും ഉണ്ടായിരുന്നു. അത് കർത്താവ് മാറ്റിയിട്ട് കുറേ കാലം ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ പരീക്ഷിച്ച് തെളിയിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. ഞാനും ഭാര്യയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ ദൈവം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഗംഭീര ബ്രേക്ക് ത്രൂ തന്നിട്ടുണ്ട്. ഇതുവരെ പ്രാർത്ഥിക്കാത്തത് പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ഉപവസിക്കാത്തത് പോലെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്നോട് വൈകി പറഞ്ഞു, ഞാൻ വീണ്ടും ഉപവസിക്കണമെന്ന്, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കണമെന്ന്. ആമേ. പിള്ളേരുടെ കാര്യമൊക്കെ റെഡിയാക്കി. പക്ഷെ ഇപ്പോഴാ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറഞ്ഞത്. ഞാൻ ഈ രാവിലെ പലരോടും ദൂത് പറയുന്നു. നിന്റെ ബന്ധനത്തിന് പരിഹാരവും രോഗത്തിൻ്റെ സൗഖ്യവും വാതിൽ തുറക്കുന്നതും ഒരു പ്രവാചകനോ ഒരു പാസ്റ്ററോ വന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ല. നിങ്ങളുടെ ഭവനത്തിനകത്ത് മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം പുതിയ വഴികൾ തുറക്കും. ബന്ധനങ്ങൾ തകരും. എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും സമർപ്പിച്ചിന്ന് രാവിലെ ദൈവത്തെ ശക്തമായി ആരാധിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും കർത്താവിനെ ശക്തമായി ആരാധിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. അന്ധകാര പോരാട്ടങ്ങൾ വിട്ടുമാറട്ടെ. ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാസ്റ്ററിനോട് പറഞ്ഞ ഈ കോൺഫറൻസ് തന്നെ അപ്പസ്റ്റോളിക് പ്രോഫറ്റിക് കോൺഫറൻസ് എന്ന പേര് കൊടുത്തിരിക്കുകയാണ്. നല്ല 2 വാക്കുകളാതെ, പക്ഷെ അതിൻ്റെ ആഴങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണം. കർത്താവിൻ്റെ സഭ, ഇവിടെ പല വ്യവസ്ഥാപിത സഭകളുണ്ട്. നമ്മുടെ സഭയുടെ പേര് മിനിസ്ട്രി, ലയൺ ഓഫ് ജൂഡ മിനിസ്ട്രീസ്. നല്ല പേരാണ്. എൻ്റെ ചേർച്ചിൻ്റെ പേര് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പഴയ ഒരു സഭയാണ്. മൂവാറ്റുപുഴയും ഒരു ചെറിയ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഈ പേരിനകത്തൊന്നും ഒരു കാര്യമില്ലേ. അസംബ്ലീസ് ഓഫ് ഗോഡ് 900 വളരെ വെരി ഓൾഡ്, ഒത്തിരി പഴക്കമുള്ള, ഒരു നൂറ്റാണ്ടൊക്കെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുക. പേരും സംഘവും സംവിധാനവും ഞാൻ പറഞ്ഞല്ലോ, നേതാക്കന്മാരും എല്ലാം ഉണ്ട് പല സഭകൾക്ക്. നിങ്ങൾക്ക് അത്ര ആയിട്ടില്ല, ഇത്ര കാലമല്ലേ ആയുള്ളൂ. ഞങ്ങളൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ചർച്ചാണ്. പല സ്ഥാനങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള പെന്തക്കോസ്തിലെ തന്നെ ഒരുമാതിരി പഴയ ഓർഗനൈസ്ഡ് ചർച്ചാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പഴക്കത്തിൻ്റെ കുഴപ്പങ്ങളെല്ലാം കുടഞ്ഞു മാറ്റാൻ കഴിഞ്ഞാലേ ഈ തലമുറയിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കത്തുള്ളൂ. എനിക്ക് ബൈബിൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം വായിക്കാനല്ല, അതല്ല എൻ്റെ പ്രസംഗം. യോബേൽ 2-ാം അധ്യായത്തിലെ അനുഗ്രഹിക്കപ്പെട്ട പരാമർശമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും അത്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആമേൻ. ആ ദൂത് ദൈവദാസൻ പത്രോശ്ലീഹ തൻ്റെ കന്നിപ്രസംഗത്തിൽ ഉദ്ധരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പ്രവൃത്തി പുസ്തകത്തിൽ. എന്നിട്ട് പറഞ്ഞു, യോവേൽ പറഞ്ഞ വചനത്തിൻ്റെ നിവൃത്തിയാണ് ഇത് എന്ന്. പ്രവചനങ്ങൾക്ക് പലതരം നിവൃത്തികളുണ്ട്. അതെല്ലാം പറയുന്നൊരു ക്ലാസ് അല്ല ഇത്. ഇത് ബൈബിളിലെ പല പ്രവചനം 3 കാലഘട്ടമായി നിവർത്തിച്ചിട്ടുണ്ട്. യോവേലിൻ്റെ പ്രവചനം പ്രവൃത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നിവർത്തിച്ചു. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് 991
1901 ജനുവരി മാസം 1-ാം തീയതി വെളുപ്പിന് 2-ാം ഘട്ട നിവൃത്തി ഉണ്ടായി. അതാണ് മോഡേൺ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്. പക്ഷെ ഞാൻ വിശ്വസിക്കും, ചരിത്രമെല്ലാം വായിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നു, യോവേൽ 2-ലെ ദൂത് ഇന്ന് വരെ പൂർണ്ണമായി നിവൃത്തിയായിട്ടില്ല. അത് വൈകാതെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാ. കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ തലമുറയിൽ നിങ്ങളിൽ അത് നിവൃത്തിയാകാൻ പോകുക, എന്നിൽ നിവൃത്തിയാകാൻ പോകുക. ഇതുവരെ ലോകം കാണാത്ത ദൈവപൂർത്തി കാണാൻ പോകുക. അവൻ നമ്മുടെ യവനക്കാൽ പ്രവചിക്കാൻ പോകുക. ദൈവം ഈ തലമുറ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുമെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ മക്കളെ, എൻ്റെ യവനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവസഭയിൽ അനുഗ്രഹത്തിന്റെ വക്താക്കളായി എൻ്റെ മക്കളെ എഴുന്നേൽപ്പിക്കുമെന്ന് ഈ പകൽ എല്ലാവരും വിശ്വസിക്കട്ടെ. എൻ്റെ ഒരു ഭയങ്കര പ്രതീക്ഷയും സ്വപ്നവും ഞാൻ വിളിച്ചു പറയുകയാണ്. ഇതുവരെ കാണാത്തത് പലതും കാണിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപാവരങ്ങൾ ജ്വലിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ്. പ്രവൃത്തി പുസ്തകത്തിലും കൊരിന്ത്യലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ ഇന്ന് കുറവാണ് ദൈവസഭകളിൽ. ഞാൻ പാസ്റ്ററോട് പറയാം, ദാനിൽ സാറിനൊക്കെ അറിയാം, പ്രവാചകന്മാരെ ഇപ്പം ഒരു കാത്തിരിപ്പ് യോഗത്തിനൊക്കെ അന്വേഷിച്ച ആളില്ല. സത്യമായിട്ട് ആളെ കിട്ടാനില്ല. പെന്തക്കോസ്ത് ദൈവസഭയുടെ വരദാനമാണ് പ്രവചനം, വെളിപ്പാട്, ദർശനം, വിവേചനം. അത് നിന്നുപോയോ? ഇല്ല. അത് തരുന്നവന് ക്ഷീണം വന്നോ? ഇല്ല. അങ്ങേക്ക് മനസ്സില്ലയോ? 100 മനസ്സാണ്. മേടിക്കാൻ മനസ്സുള്ള കുറെ പേര്. പഴയ ആൾക്കാരെ വിട്, അവരവരുടെ പണി നോക്കട്ടെ. പക്ഷെ പുതിയ ദൈവസഭയെ, ചെറുപ്പക്കാരെ, അത് ഏറ്റെടുക്കുക. ഗ്രാബ് യുവർ ബ്ലെസ്സിംഗ്, ഗ്രാബ് യുവർ പ്രോമിസ്. നിന്റെ വാഗ്ദത്തം പിടിച്ചെടുക്ക്, നിന്റെ അനുഗ്രഹം പിടിച്ചെടുക്ക്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. ചെറുപ്പക്കാർ ദൂതുകൾ വിളിച്ചു പറയട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് ശക്തമായി ദൂത് പറയുന്ന ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കുക. എല്ലാവരും വിശ്വസിക്കുക. ഈ തലമുറയിൽ നമ്മുടെ യൗവനക്കാരെ ദൈവം അത്ഭുത വിഷയമാക്കി തീർക്കാൻ പോകുക. ഞാൻ ചെറുപ്പക്കാരെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്രായമുള്ളവരോട് വിരോധമായിട്ടല്ല. എൻ്റെ കാര്യം പറഞ്ഞ് ഞാനൊക്കെ തീരാറായല്ലോ എന്നും കൂടെ ഓർത്തിട്ട് പറയുക. ഞാൻ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, റോസമ്മ എന്ന എൻ്റെ ഭാര്യയുടെ പേര്. മരിക്കുന്ന കാര്യം പറയുമ്പോഴേ അവൾക്ക് ഇഷ്ടമില്ല. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ്. ഞാൻ പറയും, ഇത്രയും കാലം ഓടി 45 കൊല്ലമായി, പ്രായം ഇത്രയായി, ഇനി എന്തോരം ശബ്ദം ഉണ്ടെന്ന്. സ്വാഭാവികമായിട്ട് ഇത്രയും ശബ്ദം ഇനി എടുക്കാൻ എനിക്ക് പറ്റുമോ നാളെ? ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോൾ ഒരുമാതിരി അസുഖങ്ങൾ അറിയില്ലേ പ്രിയപ്പെട്ടവരെ, എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. ഞാൻ എപ്പോഴും ഓർക്കും, വൈകിട്ട് വീട്ടിൽ 9 മണിക്കെങ്കിലും ചെല്ലാൻ പ്ലാനുണ്ട്, നടക്കണമെന്ന് നിർബന്ധമില്ല. നാളെ മറ്റന്നാൾ എനിക്ക് യാത്രയുണ്ട്. പ്രതീക്ഷകളാണ്, നടക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കാലം തീരാറായെന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് എൻ്റെ തലമുറയിൽ കാണാത്ത കാഴ്ചകൾ കാണാനും എൻ്റെ തലമുറ കേൾക്കാത്തത് കേൾക്കാനും ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. ചെറുപ്പക്കാർ വിശ്വസിച്ച് ദൂത് ഏറ്റെടുക്കട്ടെ. ആത്മാവിൽ ആ ദൂത് ഏറ്റെടുക്കട്ടെ. ഈ തലമുറ അത്ഭുതം ചെയ്യാൻ യവനക്കാരാ നിന്നെ ഒരു അത്ഭുതമാക്കാൻ, ചെറുപ്പക്കാരാ നിന്നെ ഒരു അത്ഭുതമാക്കാൻ, ശത്രുവിന്റെ മധ്യേ മേശ ഒരുക്കാൻ അവൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ആ ദൂത് ഒരുപാട് പേര് ഏറ്റെടുക്കട്ടെ. ആമേൻ. Glory be to God. ഗ്രാബ് പ്രാപിച്ചാട്ട അത് പിടിച്ചെടുക്കുക. ബലാൽക്കാരികൾ പിടിച്ചെടുക്കട്ടെ. ബലാൽക്കാരം ചെയ്ത് ആത്മാവിൽ ഗ്രാബ് യുവർ പ്ലസ്, ക്ലെയിം യുവർ പ്രോമിസ്. ഇന്ന് രാവിലെ എല്ലാവരും അത് പിടിച്ചെടുക്കുക. വാഗ്ദത്തങ്ങൾ ഈ രാവിലെ എല്ലാവരും പിടിച്ചെടുക്കുക. അനുഗ്രഹങ്ങൾ അവകാശമാക്ക്. അത് എനിക്കുള്ളതാന്ന് പറ. എല്ലാവരും പറയൂ. അത് പിടിച്ചെടുക്കുക. യേശുവിന്റെ നാമത്തിൽ അവകാശമാക്ക്. ഓ രാബാ രാജാ നാരാ രി രാഖാ രാജാ രാഖാ രി ബാലാ ദാന രേഖേരലേസ്
Ribaladana reses. സങ്കീർത്തനത്തിലെ ഒരു വാക്യം വായിക്കാനല്ല, ഞാൻ എപ്പോഴും ഓർത്ത് ബലപ്പെടും. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. ഞാൻ ആ വാക്യം ആത്മാവിൽ അങ്ങ് ഏറ്റെടുക്കുവാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം ഞാൻ വിടുക. കർത്താവേ, എൻ്റെ കാര്യം ഇത്രയൊക്കെ മതിയെന്ന് ഞാൻ പറയുക. എന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി, ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയാണ്, നിങ്ങളെ ഈ തലമുറയിൽ ഒരത്ഭുതമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരമൂർത്തി ദൈവത്തെ എല്ലാവരും ചോദിച്ചാണ്. എല്ലാവരും ഷക്കുറ ഭജന രഥ ലബട അതൂത് എല്ലാവരും ആത്മാവിൽ ഏറ്റെടുക്ക്. നിങ്ങളെ കർത്താവ് ഒരുപാട് പേരുടെ മുന്നിൽ ഒരു അത്ഭുതമാക്കാൻ പോകുകയാ. ആമേൻ, ആമേൻ. ആരാ ഇത് പറഞ്ഞത്? ദാവീദാണ്. ഏതൊക്കെ മണ്ഡലം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരുന്നു, അതെല്ലാം പ്രസംഗിക്കാൻ പോവല്ല. ദാവീദിനെ കുറിച്ച് ഉലകത്തിൽ ആർക്കും ഊഹിക്കാൻ മേലാത്ത, എല്ലാവരും എഴുതി എല്ലാവരും തള്ളിക്കളി റൈറ്റ് ഓഫ് ചെയ്ത. ഞാൻ എപ്പോഴും ഓർക്കും, ദാനിയേൽ സാറേ, ഒരപ്പൻ ഒരു മകനെ ഡിസോൺ ചെയ്ത അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞ ഏറ്റവും വലിയ ചരിത്രം ദാവീദിൻ്റെയും അവൻ്റെ അപ്പൻ്റെയും കാര്യത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന കഥയാണ് അല്ലേ? അഭിഷേക തൈലവുമായിട്ട് കൊമ്പിൽ നിറച്ച് ദൈവശബ്ദം കേട്ട് ഈ തലമുറയിൽ ഒരു അഭിഷിക്തനെ രാജഭരണത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ വ്യക്തമായി ദൂത് കേട്ട് കൊമ്പിൽ തൈലവും നിറച്ച് ഇശായിയുടെ വീട്ടിലേക്ക് വരുന്ന ശമൂവേൽ. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. ശമൂവേലിൻ്റെ മുന്നിൽ പുതിയ കുപ്പായം ഇട്ട് മസിൽ പവറുള്ള കരുത്തന്മാരായ ആൺമക്കളുടെ ഒരു ലൈൻ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തവൻ അപ്പൻ അവനെ ആക്കുമെന്ന് വിചാരിച്ചു. ശമൂവേൽ പോലും ഇച്ചിരി തെറ്റിപ്പോയി. ഓർക്കുന്നു നിങ്ങൾ? ശമൂവേലും ദൈവദൂതിന് പകരം കാഴ്ചപ്പാടിൽ അവൻ്റെ മസിൽ പവറും മുഖവും കണ്ടിട്ട് അവൻ പറഞ്ഞ വാക്ക് ഇതാ യഹോവ തിരഞ്ഞെടുത്തവൻ. ദൈവാത്മാവ് അവൻ്റെ പെടലിക്ക് തട്ടിയിട്ട് പറഞ്ഞു, എടാ നിന്റെ നോട്ടമല്ല, നിന്റെ വർത്താനം പറയാല്ല ഞാൻ നിന്നെ വിട്ടത്, എൻ്റെ ആളെ കണ്ടെത്താൻ വേണ്ടിയാണ്. കരമൂർത്തി എല്ലാവരും ദൈവം സൂചിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ അത് വായിക്കും, ഞാൻ എക്സൈറ്റഡ് ആകും. ഒന്നാമനെ പറ്റില്ല, രണ്ടാമനും വേണ്ട, മൂന്നാമനും വേണ്ട എന്ന് ദൈവാത്മാവ് പറഞ്ഞപ്പോഴാണ് ശമൂവേലിൻ്റെ ഒരു ചോദ്യം ഓർക്കുന്നുണ്ടോ ആരേലും? എന്താ? ഇശായിയോട് ശമൂവേൽ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? എന്താ? നിന്റെ മക്കൾ നിന്റെ മക്കൾ എല്ലാവരും ആയോ? അന്നേരം അവനും ബോധോദയം ഉണ്ടായതുപോലെ കമോൺ, ഇനി ഒരുത്തനും കൂടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഈ പരിപാടിക്ക് അവനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവന് പറ്റുന്ന ഒരു പണിക്ക് അവനെ വിട്ടിരിക്കുക, അല്പം ആടുള്ളതിനെ കൊണ്ട് അവന് പോയിരിക്കുക. അടുത്ത വചനമാണ് പലരോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം. ഇന്ന് രാവിലെ ഇവിടെ വന്ന പലരോടുള്ള ദൈവത്തിൻ്റെ റെവല്യൂഷണറിയായ റാഡിക്കലായ വിപ്ലവത്തിൻ്റെ ശബ്ദം അടുത്ത ശബ്ദമാണ്, അടുത്ത വചനമാണ്. അതെന്നാന്നറിയാമോ? അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല. കരമടിച്ചെല്ലാവരും ദൈവത്തെ ആരാധി. ഓ റബ ശിഖന റഗജര ദികല ദലകടറിയാദലബ ദികറജന റഖറദല ദിബലബറദലബ. എല്ലാവരും വിശ്വസിക്കുക. എല്ലാവരും വിശ്വസിക്കുക. അവൻ വന്നിട്ടല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. അവൻ വന്നിട്ടല്ലാതെ ഒരു ശുശ്രൂഷയില്ല. അവൻ വരാതെ ഒരു മീറ്റിംഗ് നടക്കത്തില്ല. അവൻ വരാതെ ഞാൻ പ്രവർത്തിക്കില്ല. Glory to God. പലരും ആ ദൂത് ഇന്ന് ഏറ്റെടുക്കട്ടെ. ആത്മാവിൽ ആ ദൂത് ഏറ്റെടുക്കട്ടെ. സമൂഹത്തിന് വേണ്ടാത്ത ഞാൻ, അച്ഛനമ്മമാർ പൊട്ടനെന്നും ചട്ടനെന്നും പറഞ്ഞ് അപമാനിച്ച ഞാൻ, പഠിക്കാത്ത ഞാൻ, ജയിക്കാത്ത ഞാൻ, ആരോഗ്യമില്ലാത്ത ഞാൻ, മാറാരോഗമുള്ള ഞാൻ, കൂട്ടുകാർ കളിയാക്കിയ ഞാൻ, 10ാം ക്ലാസ്സിൽ തോറ്റ ഞാൻ, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ
ദൈവത്തിന്റെ പ്രോഗ്രാമിൽ നിന്നെ ഒരു അത്ഭുതമാക്കാൻ ഈ രാവിലെ എല്ലാവരും ഏൽപ്പിക്കട്ടെ. ഈ തലമുറയിൽ അത്ഭുതമാക്കാൻ ദൈവം പദ്ധതി ഇടുക. സമർപ്പിച്ചോ. ദൈവം നിന്നെ ഒരത്ഭുതമാക്കാൻ പോകുന്നു. പലർക്കും ഒരത്ഭുതമാക്കാൻ പോകുന്നു. ഇംഗ്ലീഷിൽ പറയും yet another evangelist, yet another minister. ആ യൂസേജിന്റെ അർത്ഥം ഒരുപാട് വേലക്കാരുണ്ട്, അവരെ പോലെ ഒരു വേലക്കാരൻ. ഏതാ? ഒത്തിരി പാട്ടുകാരുണ്ട്, അതുപോലെ വേറൊരു. ഓ നോ, you are very special to God. You are very special. ഒരു ശരാശരിക്കാരനല്ലെന്ന്. നീ ഒരു ശരാശരിക്കാരനല്ല സിസ്റ്റർ, മകളെ. നീ ഒരു ശരാശരിക്കാരിയല്ല, ചുമ്മാ ഒരു വിശ്വാസിയല്ല. നിന്നെ അത്ഭുതമാക്കാൻ മൂവാറ്റുപുഴയ്ക്ക് അത്ഭുതമാക്കാൻ, കടാതിക്ക്, കടമറ്റത്തിന്, പെരുവമ്മൂഴിക്ക്, വാളകത്തിന്, നെല്ലാടിന്, ക്ഷേത്രേ, പേഴയ്ക്കാപ്പള്ളിക്ക്, പായിപ്പുറയ്ക്ക്, കറുകടത്തിന് എല്ലാം ഒരു അത്ഭുതമാക്കാൻ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു അത്ഭുതമാക്കാൻ, നിന്റെ ചുറ്റുപാടിൽ അത്ഭുതമാക്കാൻ, നിന്റെ ഗ്രാമത്തിൽ ഒരു അത്ഭുതമാക്കാൻ, ബന്ധുക്കളുടെ മധ്യത്തിൽ നിന്നെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരും വിശ്വസിക്കട്ടെ. ആമേൻ. നിന്നെ കാണുമ്പോൾ വലിയ ആരോഗ്യമൊന്നുമില്ല, വലിയ കരുത്തില്ല, പാടാൻ ട്യൂണില്ല, താളം തെറ്റുമായിരിക്കും. പക്ഷേ നിന്റെ കൊച്ചു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ ആകുമ്പോൾ നിന്റെ കൂട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടായ്മക്കാരെയും അത്ഭുതപ്പെടുത്തുമാറ് ഒരു ശുശ്രൂഷയ്ക്കായി ഈ തലമുറയിൽ വചനത്തിന്റെ വിളംബരത്തിനായി, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാനായി നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഈ രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പലരോടും ശക്തമായി ദൂത് വിളിച്ചു പറയുക. നിന്നെ തലമുറയിൽ ഒരു അത്ഭുതമാക്കാൻ പോകുക ദൈവം. Amen. A miracle. Hallelujah. സങ്കീർത്തനത്തിന് എനിക്ക് ചൈതന്യം, സങ്കീർത്തന പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ പൊതുവെ ആളുകൾ ഒരുപാട് വായിക്കുകയൊന്നും ചെയ്യാറില്ല. സങ്കീർത്തനമൊക്കെ അധികം വായിക്കേണ്ടെന്നുള്ള ഒരു പറച്ചിലുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. വേറൊരു വളരെ വിപ്ലവകരമായ വാക്യം എന്നെ സ്പർശിക്കാറുള്ളത്, നിങ്ങളെ വാക്യം ഓർക്കുന്നോ? രോഗം പിടിച്ച് ചാകാറായ ഒരു കക്ഷി പറയുന്ന ശക്തമായൊരു വചനമുണ്ട്. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ. അതും ഈ തലമുറയോട് നിങ്ങൾ പറയാൻ പോകുകയാണ്. ആമേൻ. നിനക്കൊരു മാരക വ്യാധി ഉണ്ടായിരിക്കാം, പക്ഷെ വിളിച്ചു പറ, ഞാൻ മരിക്കത്തില്ല. ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകുക. ഒരുപാട് പേർക്ക് അവരുടെ മാധ്യത്തിൽ ഒരു അത്ഭുതമാക്കി എന്നെ തീർക്കുമെന്ന് ഈ രാവിലെ വിശ്വസിക്കട്ടെ. ചുമ്മാ മരിക്കാൻ പറ്റത്തില്ല. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ മരിക്കില്ലെന്ന് പറയും ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് ശകലം പോലും പറ്റത്തില്ല. ഏത് സമയം വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണേലും മരിക്കാം. അതല്ല ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ഒരു സ്കോളർ പറഞ്ഞ് എനിക്ക് അത് ചിന്തിച്ചപ്പോഴേ എനിക്ക് കണ്ണീര് വന്നു. എന്നാണെന്നറിയാമോ? രോഗം പിടിച്ച് മരണസമയം അറിയാലോ, ചില ആൾക്കാർ മരിക്കാൻ തുടങ്ങുന്ന ആളുകളെ കാണാൻ വരും. നമ്മളെല്ലാം, ഞാനും പോയിട്ടുണ്ട്, മരണം കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ മിക്കവാറും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അയൽക്കാരും ബന്ധുക്കളൊക്കെ ഫോണൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് പേരിങ്ങനെ കണ്ടേച്ച് ഇറങ്ങി വരികയാണ്. ആളിങ്ങനെ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ പേര് കയറി വരും അല്ലേ? അങ്ങനെ ഒരു രീതിയുണ്ട്. ന്യായമായിട്ട് ഇറങ്ങിപ്പോകുന്നവർ ചോദിക്കും, എങ്ങനെ ഉണ്ട്? ഇറങ്ങിപ്പോകുന്നവരോട് മറ്റവർ ചോദിക്കും, കയറി വരും. ന്യായമാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഒരു സാധ്യത മിക്കവാറും രാത്രി വെളുപ്പിക്കുമെന്ന് തോന്നില്ല. നമ്മൾ പറയാ. അപ്പോൾ ഈ കിടക്കുന്ന ആൾക്ക് കേൾവി ഉണ്ടോയെന്നും നമ്മൾ നോക്കാറില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ പറയണത്. ഞാൻ സ്കോളർലി ഒപ്പീനിയൻ പറയാണ്.
അപ്പോൾ ഇറങ്ങി പോകുന്ന ആളോട് ഇങ്ങനെ പറഞ്ഞു, മിക്കവാറും ഇന്ന് നേരം കാരണം അതുപോലത്തെ വലിക്കണത്, എല്ലാവരും വലിക്കണം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇയാൾക്ക് ഈ വലിക്കുന്നല്ലാതെ കേൾവിക്ക് തകരാറൊന്നും ഇല്ല. അപ്പോൾ ഈ പാവപ്പെട്ടവൻ ഇത് കേട്ടു. എന്ത് കേട്ടു? നേരം വെളുപ്പിക്കുക എന്നുള്ളത് കേട്ടു. അപ്പോൾ ഇയാളോട് വാഗ്ദത്തങ്ങളുള്ള ആളായത്. ശരാശരിക്കാരനായ ഭക്തനല്ല, ദൈവത്തിൻ്റെ അത്ഭുത ദൂതുകൾ കേട്ടവനാണ്. അവൻ്റെ ചങ്ക് തകർന്നു. ശ്വാസം വലിക്കുന്നതിനിടയ്ക്ക് അവൻ ദൈവത്തോട് പറയും, കർത്താവേ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എവിടെ? ഞാൻ ഇങ്ങനെ അവസാനിക്കേണ്ടവനാണോ? ഉള്ളറയിൽ ആ ഞരക്കമുണ്ടായപ്പോ ഇടിവെട്ടുപോലെ കാതിൽ ദൈവശബ്ദം ഉണ്ടായേ. ഇല്ല, ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. ഈ തലമുറയിൽ നീ ഒരു അത്ഭുതമാകാൻ പോകുകയാണ്. ഈ തലമുറയിൽ നീ ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്താൻ പോകുകയാണ്. നിന്റെ മാരക വ്യാധിക്ക് ഞാൻ പരിഹാരം വരുത്താൻ പോകുകയാണ്. നിന്റെ മാരക വ്യാധി യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിഹരിക്കാൻ പോകുകയാണ്. പരിഹാരം വരാൻ പോകുകയാണ്. ആ വേദശാസ്ത്രി പറഞ്ഞത് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവൻ്റെ പ്രതിവചനമാണ് അടുത്ത വാക്യം. അവന് തൻ്റെ വട്ടം നിന്ന് കണ്ണ് തിരുമ്മി അടയ്ക്കാനും വെള്ളം കൊടുക്കാനും തുണി നനച്ച് നിൽക്കുന്ന കക്ഷികളുടെ മുഖത്ത് നോക്കി ചാടി എണീറ്റിട്ട് പറഞ്ഞു, നോ നോ നോ, ഞാൻ മരിക്കയില്ല. കുഴിവെട്ട് നിർത്തിക്കോ. ശവപ്പെട്ടി വാങ്ങാൻ പോകുന്നവരെ മടങ്ങി വന്നു. ഞാൻ മരിക്കാൻ തുടങ്ങുകയല്ല, ഞാൻ ജീവിക്കാൻ പോകുകയാണ്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. കരമടിച്ച് എല്ലാവരും ഈ രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. ശക്തമായി ദൈവത്തെ ആരാധിക്കുക. ഞാൻ മരിക്കയില്ല. ഞാൻ ജീവിച്ച് ദൈവത്തെ വർണ്ണിക്കാൻ പോകുക. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമാറ് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുക. ഞാൻ ആത്മാവിൽ കാണുന്ന കാര്യം പറഞ്ഞു. ജിജോ പാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെളിപ്പാടുകളൊന്നും ഇല്ല, പക്ഷെ എനിക്കിപ്പോൾ കാണുന്ന കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുമോ. ഞാൻ കാണുന്നത് ഒരുപാട് യവനക്കാർ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഒരുപാട് യവനക്കാർ മൂവാറ്റോടെ രാജപാതയിലൂടെ നഗരഹൃദയത്തിലൂടെ അടിവെച്ചു പോകുന്ന ഇടങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, പഠിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ജനം അത്ഭുതത്തോടെ നോക്കാൻ പോകുക, കണ്ണുമിഴിച്ച് നോക്കാൻ പോകുകയാണ്. അവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, അവരകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ഒരു വലിയ കത്തിക്കാളൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു. അന്ധകാര ഏറിയ കരിഞ്ഞു മാറാൻ പോകുന്നു. അവർ കാൽ വെക്കുന്ന മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി കാണുന്നു. അവരെ കാൽ ചവിട്ടുന്ന ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അന്ധകാര മൂലകളെ ആത്മാവിൽ കത്തിക്കാളിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യക്തമാക്കിയവരെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ഈ തലമുറയിൽ അത് സംഭവിക്കട്ടെ. ഈ പട്ടണത്തിൽ അത് സംഭവിക്കട്ടെ. ഈ പട്ടണം കീഴ്മേൽ മാറിയട്ടെ. സാറേ, ഞാൻ പണ്ട് പുനലൂർ പഠിക്കുമ്പോഴേ 1972 പഠിക്കുമ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് വണ്ടി കയറി കോട്ടയം ബസ്സേ അന്നുള്ളൂ. കോട്ടയത്തു നിന്ന് അടുത്ത വണ്ടി കയറിയാണ് പുനലൂർ പോവുക. 72 മുതൽ 75 വരെ ഇങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു അവധിക്കൊക്കെ. അന്നേരം സാറ് ഓർക്കുന്നോ, നമ്മുടെ മുസ്ലിം പള്ളി വെള്ളൂർക്കുന്നത്തെ അപ്പുറത്ത് ബ്രദർഗാർഡ് ഒരു ചെറിയ ഓർക്കുന്നു വഴി സൈഡിൽ, ഇപ്പോൾ അത് അവർ ഉഷാറാക്കി. സത്യം പറഞ്ഞാൽ ഈ കോഴിക്കോട് നിന്നുള്ള വഴിക്ക് വേറെ ഒരു സമയം കാണാതെ ഉറക്കപ്പിച്ചുമായിട്ട് വെളുപ്പിനെ വരുമ്പോൾ ബ്രദറൻ എന്ന് പറയുമ്പോൾ എൻ്റെ അകത്തൊരു കുളിർമയാണ്. പെന്തക്കോസ്ത് അല്ലെങ്കിൽ കർത്താവേ അങ്ങേ ഭക്തിയോടെ സേവിക്കുന്ന ഇവരെ മാത്രം ഞാൻ എത്രയോ കൊല്ലങ്ങൾ ഇറങ്ങിയിട്ടേ ഇല്ല. മൂവാറ്റുപുഴയിൽ ആകെ കണ്ട വേർപെട്ട ഒരു ടീമാണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ എന്തൊരു ആവേശമാണെന്ന് പറയും. എന്തൊരു ആവേശമാണ് ഈ സഭ കണ്ടപ്പോൾ, എന്തൊരു ആവേശമാണ്. മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു നല്ല സഭ ഇല്ലായിരുന്നു സാറേ. നോ സിറ്റിയിൽ ഒരു നല്ല ചർച്ച ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് 2 കൊച്ചു വേലയുണ്ട്, ആളുകൾ വളരെ കുറവാണ്. ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുകയല്ല, വേറെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്നിട്ട് ഞാൻ പറയുന്നു, ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്.
ദൈവത്തെ അത്ഭുതം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇറ്റ്സ് എ മിറക്കിൾ, ഇറ്റ്സ് എ മിറക്കിൾ, ഇറ്റ്സ് എ മിറക്കിൾ ഫോർ ഷുവർ. ഇത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ സമയമാണ്. ഇത് ദൈവത്തിന്റെ സമയമാണെന്ന് എല്ലാവരും വിശ്വസിക്കട്ടെ. ഇത് ദൈവത്തിന്റെ സമയമാണ്. ക്ഷമിക്കണം പാസ്റ്ററെ, ദൈവാത്മാവ് എന്നെ ഇങ്ങനെ അങ്ങ് നയിക്കുവാണ്. എനിക്ക് പ്രസംഗിക്കാനൊക്കെ അറിയാവുന്ന ആളാണ്, അതായത് വാക്യം വ്യാഖ്യാനിക്കാനൊക്കെ അറിയാവുന്ന ആളാണ്. എന്തുകൊണ്ട് അതിലേക്ക് ഞാൻ മാറുന്നില്ല. ദൈവത്തിൻ്റെ സമയം എന്നതിനെക്കുറിച്ച് എനിക്ക് ഒന്ന് വ്യാഖ്യാനിക്കണം. സാന്ദർഭികമായിട്ട് ദൈവാത്മാവ് തന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു, അപ്പോൾ അതെനിക്ക് പ്രകാശിപ്പിക്കണം. ആ വാക്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? മറിച്ച് നോക്കണ്ട, പത്രോസ് ലേഖനത്തിലാണ്. പറയാമോ? തക്ക സമയത്ത്. ഏത് വാക്യം അത്? അതെ. അതുകൊണ്ട് ദൈവം നിങ്ങളെ, പുതിയ സഭയായതുകൊണ്ട് ഒത്തിരി വാക്യങ്ങൾ മനപ്പാഠം കാണത്തില്ല. യെസ്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത്, ഒന്ന് നോക്കിയേ, 1 പത്രോസ് 1:21 എനിക്ക് ഓർമ്മയില്ലേ. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള, ഓക്കെ, അവിടെ നമുക്ക് വേണ്ടിയ വാക്ക് കണ്ടോ? ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. കുഴപ്പമില്ല, അത് ഉള്ളതാണ്. തക്ക സമയം എന്ന വാക്കാണ് ഞാൻ ഒന്ന് വ്യാഖ്യാനിക്കുന്നത്. തക്ക സമയം, ഡ്യൂ ടൈം. കണ്ടോ? ഏതാ? വായിച്ചേ, ഉറക്കെ വായിച്ചോളൂ. ഇരിക്കുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ആകുല ചിന്തകളും അവനെ ഭരമേൽപ്പിക്കുവിൻ. അവൻ നിങ്ങൾക്കായി, അല്ല, തക്ക സമയം എന്നുള്ള വാക്യം വായിച്ചു. അതെ, ഇതാ വാക്യം. യെസ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുവിൻ. ആയിക്കോട്ടെ. എനിക്ക് വേണ്ടിയ വാക്ക് തക്ക സമയം. ഞാൻ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവാണ്, നിങ്ങളൊന്ന് ബലപ്പെടാൻ വേണ്ടി. തക്ക സമയം എന്ന് പറയുമ്പോൾ നമുക്ക് മലയാള ഭാഷയിൽ അതൊരു വലിയ കാര്യമാണ്. തക്ക സമയം, ഓക്കെ, കൃത്യസമയം. ഡ്യൂ ടൈം എന്ന ഇംഗ്ലീഷുണ്ട്. ഡ്യൂ ടൈം, അത് കുറച്ചുകൂടെ കരുത്തുണ്ട്. ഒറിജിനൽ ഗ്രീക്ക്, ഞാൻ ഒന്ന് പറയാം, ക്ഷമിക്കണം, ഞാൻ ബൈബിൾ സ്കൂൾ അധ്യാപകനൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ ഇവിടെ ക്ലോക്ക് ഒരു വലിയ ടൈം പീസ് വെക്കണ്ടേ ഭാഷ? എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് വെക്കേണ്ടി വരും. അല്ല, ഞാൻ പറയാം, ആൾക്കാർ കാണാവുന്ന പോലെ. പിന്നെ ഇപ്പം ഞാൻ നിർത്താറായെന്ന് തോന്നില്ലേ. ക്രോണോസ്, ഈ വാച്ചിന് സയൻറ്റിഫിക് നെയിം, ടെർമിനോളജി വാച്ച് എന്നല്ല. ഇതിപ്പോൾ നമ്മളാ വാച്ച് എന്ന് പറയുന്നത്. ഇതിന് ശരിയായ പേര് ക്രോണോഗ്രാം. എന്താണ്? അതാണ് സയൻറ്റിഫിക്. വാച്ചല്ല, ക്രോണോഗ്രാം. ക്ലോക്ക്, അങ്ങനെ സമയം കാണിക്കുന്ന എല്ലാ സംഗതികളെയും ക്രോണോഗ്രാം എന്നാണ് ടെക്നിക്കലി സയൻറ്റിഫിക്കലി വിളിക്കേണ്ടത്. അതിന് കാരണം ഒറിജിനൽ ഗ്രീക്ക് ക്രോണോസ് എന്ന വാക്കാണ്. ക്രോണോസ് എന്ന വാക്കിൻ്റെ ഡെറിവേഷനാണ് ക്രോണോഗ്രാം. ക്രോണോളജി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ കാലക്കണക്കിനെ വിളിക്കുന്ന പേരാണ് ക്രോണോ. അനാക്രണിസം വേറൊരു ഇംഗ്ലീഷ് വാക്ക്. കാലം തെറ്റിയുള്ള പരിപാടിയാണ് അനക്രോണിക് എന്ന് പറയുന്നത്. എല്ലാത്തിനകത്ത് ക്രോണോസ് വരുന്നു. അപ്പോൾ ക്രോണോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ടൈം എന്നാണ്. അത് നമ്മൾ പറഞ്ഞ ക്ലോക്ക്, വാച്ച്, കലണ്ടർ എല്ലാമാണ്. ബൈബിളിൽ പലയിടത്തും ക്രോണോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണേ, ഇവിടെ തക്ക സമയത്ത് ക്രോണോസ് അല്ല വേണ്ടിയത്. ഇവിടെ മാത്രം ആ വാക്കല്ല, കൈറോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുക. വെറുതെ ഉപയോഗിച്ചല്ല. ആ വാക്കിൻ്റെ അർത്ഥം ഫിറ്റിംഗ് സീസൺ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം, ദ ഫ്രാക്ഷൻ ആൻഡ് ദ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് എന്നൊക്കെയുള്ള വാക്കിൻ്റെ വിവക്ഷ നമ്മുടെ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് മാറിയുള്ള ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ഉറക്കെ പറയാം. ലോകക്കാരൻ്റെയും നാട്ടുകാരൻ്റെയും സർക്കാരിൻ്റെയും ക്രോണോസ് അല്ല, ദൈവത്തിൻ്റെ കൈറോസ്. എല്ലാവരും ദൈവത്തെ സൂചിച്ചാട്ടെ, എല്ലാവരും ദൈവം സൂചിച്ചാട്ടെ. അവേ, എല്ലാവരും ആ ദൂത് ഏറ്റെടുക്കണേ. ഇവിടുത്തെ കലണ്ടറിൽ നടക്കുന്ന പോലെ അല്ല എൻ്റെ ദൈവത്തിൻ്റെ കലണ്ടറിൽ നടക്കാൻ പോകുന്നത്.
എൻ്റെ ക്ലോക്കും വാച്ചുമല്ല. നാട്ടാരെ, വീട്ടാരെ, ബന്ധുക്കളെ, സർക്കാരെ, നിന്റെ കലണ്ടർ കീറിക്കള, നിന്റെ വാച്ച് കള. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ സമയത്ത് അവനെ ഉയർത്തും, അവനെ ഉയർത്തും. കരമടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും, അവൻ നിങ്ങളെ ഉയർത്തും, അവൻ നിങ്ങളെ ഉയർത്തും, അവൻ നിങ്ങളെ മാനിക്കും, അവൻ നിങ്ങളെ മാനിക്കുമെന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അവന്റെ സമയത്ത് അവൻ നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. താഴ്ന്നു കിടക്കുക, നാളുകളായിട്ട് എല്ലാം അടഞ്ഞു കിടക്കുക, നോ ഓപ്പണിങ്, ഒരു ബ്രേക്ക് ത്രൂവുമില്ല. നഷ്ടങ്ങളും കഷ്ടങ്ങളുമല്ലാതെ, കണ്ണീരും തകർച്ചയും സങ്കടവുമല്ലാതെ, പ്രാർത്ഥിക്കുന്നെങ്കിലും മറുപടി ഇല്ലാത്ത ആണ്ടുകളും മാസങ്ങളും അനവധി നിരവധി കടന്നുപോയി. കർത്താവേ, ആമേൻ. എനിക്ക് പ്രത്യാശിക്കാൻ ഒരു വകയുമില്ല. അവർ പറഞ്ഞ ഡേറ്റുകൾ മുന്നോട്ടാണ്, പ്രതീക്ഷകൾ വർഷങ്ങൾ അപ്പുറത്താണ്. അവരോട് ആ ദൈവാത്മാവ് ഇന്ന് രാവിലെ പറയുന്നത്, ആമേൻ, ലോകത്തിന്റെ ഘടികാരങ്ങളെ അസ്തമിപ്പിച്ചിട്ട്, ലോകത്തിന്റെ കലണ്ടർ സിസ്റ്റത്തെ ഇല്ലാതാക്കിയിട്ട് തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം തൻ്റെ സമയത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക, എല്ലാവരും വിശ്വസിക്കുക. ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കും, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ ദൈവം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആശംസ കൊണ്ട് സൗത്ത് ഇന്ത്യയുടെ 8 സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. കുറച്ച് നാൾ അത് മാറും, എപ്പോഴും ഇലക്ഷൻസ് ആണ്, അതല്ല എൻ്റെ വിഷയം. അസംസ ഗോഡിൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് പാസ്റ്ററെ. ഏതാ, അത് എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട്. ആദ്യം ക്രിസ്ത്യൻ വർക്കർ സർട്ടിഫിക്കറ്റ്, അത് കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതണം. പള്ളിക്കൂടത്തിലല്ല, ബൈബിൾ സ്കൂളിൽ പോരാ, AG പരീക്ഷ. അത് കഴിഞ്ഞിട്ട് ലൈസൻസ് ടു പ്രീച്ച് സർട്ടിഫിക്കറ്റ്, അത് കഴിഞ്ഞ് ഓർഡിനേഷൻ. അപ്പോൾ അതുവരെയുള്ള ഒരു സിസ്റ്റമുണ്ട്. നല്ലതുമാണ്, കാരണം ആൾക്കാരെ അംഗീകരിക്കുക. ഓക്കെ, അതല്ല എൻ്റെ വിഷയം. ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി തൃശ്ശൂർ പട്ടിണി കിടന്ന് അർത്ഥപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി അസംസ് കോടി വേല ചെയ്ത എനിക്ക് തരാതെ എൻ്റെ പ്രസ്ഥാനം എൻ്റെ ചില കൂട്ടുകാർക്ക് കൊടുത്തപ്പം മനപ്രയാസം സഹിക്കാൻ മേലാതെ പ്രസ്ഥാനം വിട്ടുപോയ ആളാണ് ഞാൻ. 8 കൊല്ലം ഈ പെനിയലിലേക്ക് വന്നതാണ് സാറേ. AG-യിലല്ല ഞാൻ ചെറുപ്പമായിരുന്നേ. അപ്പം വിഷമം കൂടി. ഇന്നാണ് അത്ര വിഷമമില്ല, കാരണം പട്ടിണിയും കൂടെയാണ്. കർത്താവ് എന്നോട് അവർ കൊടും ചെയ്തല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞു. ഞാൻ 5-8 കൊല്ലം കരഞ്ഞു. അവസാനം സംഭവിച്ചു കേൾക്കണോ പ്രിയരെ? അവസാനം പിന്നെ 8 കൊല്ലം ദൈവം എന്നെ ആക്കിയത് എല്ലാ പാസ്റ്റർമാരും സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കാനാണ്. ഞാൻ ഒപ്പിടാതെ സർട്ടിഫിക്കറ്റ് ആർക്കും കിട്ടുന്നില്ല. ദൈവം ചെയ്ത അത്ഭുതമാണ്. ഞാൻ ഇന്ന് സൗത്ത് ഇന്ത്യയുടെ ഒരു ചുമതലക്കാരനാണ്. എൻ്റെ ഒപ്പില്ലാതെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഗമ പറയല്ല. 8 കൊല്ലം കരഞ്ഞ് അവഗണനയുടെ കയ്പിന്നര് കുടിച്ച എന്നെ കർത്താവിൻ്റെ സമയത്ത് ദൈവം ഉയർത്തിയെങ്കിൽ, ദൈവം മാനിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങളെ മാനിക്കും. അവൻ്റെ സമയത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. ആത്മാവ് ദൂത് പറയുന്നു. അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. അവൻ നിന്നെ മാനിക്കാൻ പോകുക. പുതിയ വഴികൾ തുറക്കാൻ പോകുക. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പോലെ പുതിയ വഴികൾ ദൈവം തുറക്കുമെന്ന് ഈ രാവിലെ ദൈവാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്കാരനായ കർഷകനായ ഞാൻ. നിങ്ങൾക്ക് ഇവിടെ കൃഷിക്കാരെങ്കിലും ഉണ്ടോ? പറമ്പും കൃഷിയുള്ളവർ? പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ഇല്ല. സഹോദരങ്ങളെ, ഞങ്ങൾ പണിയെടുത്ത് ജീവിച്ചവരാണ്. നന്നായിട്ട് പണിയെടുത്ത് 6 മക്കളാണ്. അപ്പച്ചൻ പാഷാണെങ്കിലും ചെറിയ വരുമാനം. ഈ 6ഉം 2ഉം 8 വയറ് നിറയ്ക്കാൻ വലിയ പാടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങളുടെ പറമ്പിലും കപ്പയിടും. അയലക്കത്തെ പറമ്പ് പാട്ടം എടുത്തിട്ട് കപ്പയിട്ട് മലബാറിൽ 2 നേരം കപ്പ തിന്നും. നിങ്ങൾക്ക് തമാശ തോന്നുമായിരിക്കും. ഞങ്ങൾ ചെറുപ്പത്തിൽ 2 നേരവും കപ്പ നിന്ന് ജീവിച്ചവരാണ്. ചോറ് വളരെ കുറവാണ്. ആ പഴയ കാലത്ത് അമ്മ 2ാമത് ചോറ് ഒരിക്കലും വിളമ്പത്തില്ല. ചോറൊരു ആഡംബരമാണ്. ആ തരുന്ന കഴിച്ചേച്ച് അത് വൈകിട്ട് മാത്രമേ തരൂ. രാവിലെ കപ്പ,
ഉച്ചയ്ക്ക് ഉപ്പുമാവ് സർക്കാരിൻ്റെത്. 4 മണിക്ക് വന്നിട്ട് കപ്പ, പിന്നെ പണിക്കിറങ്ങണം. അന്ന് പള്ളിക്കൂടം പണിതേ പറ്റൂ. എൻ്റെ അപ്പം പറയും, ഡാ പഠിച്ചിട്ട് എന്നെ കാണിക്കാനാ. പഴയ സംസ്കാരമാണ്. പെരകെട്ടെന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതിന് 3 ദിവസം സ്കൂളിൽ പോകാൻ പറ്റില്ല. കപ്പ പാട്ടിന് 3 ദിവസം പറ്റില്ല. വെള്ളപ്പൊക്കത്തിന് പോകാൻ പറ്റുകയില്ല. എന്നാ പഠിച്ചിട്ട് എന്നാ കാണിക്കാനാ. പറമ്പിൽ പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം കൈ കിണങ്ങിയ തൂമ്പ ഉണ്ടാക്കി തരുമായിരുന്നു. അതിനെല്ലാം അതിൻ്റെ പിടിക്ക് സൈസ് സകല പണി എനിക്കറിയാം. വയലിപ്പണി മാത്രം അറിയത്, കാരണം അതവിടെ ഇല്ലായിരുന്നു. ബാക്കി സമസ്ത പണി. അതുകൊണ്ട് ഞാൻ ഭാഷ സാറേ ഇപ്പോഴും രാവിലെ 2 മണിക്കൂർ പണിയുന്ന ആളാണ്. വീട്ടിലുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, പണിതിട്ട് എൻ്റെ കമ്പി, കൂടം, എലാങ്ക് സകല സാധനം വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുക. നല്ല പണി. എൻ്റെ കയ്യെ പിടിച്ചിട്ട് ആൾക്കാർ കണ്ണുപിടിക്കില്ല. ജിതിനൊക്കെ കണ്ണുപിടിച്ചോന്ന് എനിക്കറിയത്തില്ല. കൈ മുഴുവൻ തഴമ്പാണ് മൊത്തം. ബൈബിൾ പിടിച്ചിട്ടല്ല, തൂമ്പ പിടിച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ച് ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പം ഞാൻ 8ാം അധ്യായം പിന്നെ പ്രസംഗിക്കാം പാസ്റ്റർ കേട്ടോ. പിന്നെ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ നിങ്ങൾക്ക് ചിരി വരും മക്കളെ. എനിക്ക് മാർക്ക് 301, 600-ൽ 301. ദാൻ സാർ ഓർക്കുന്നു, 1 മാർക്ക് കുറഞ്ഞാൽ തോക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒറ്റ മാർക്ക് കുറഞ്ഞാൽ മൊത്തം വർഷം പോയി. 301 മാർക്ക് നിങ്ങൾക്ക് ഇന്ന് പിള്ളേർക്ക് 100 മാർക്കാണ് മിക്കവരും മേടിക്കുന്നത്. അല്ല കംപ്ലീറ്റ് 1000 മാർക്ക് അല്ലെ 600. 301 മാർക്ക് മേടിച്ച് ഞാൻ എൻ്റെ നാട്ടിൽ എനിക്ക് സ്വീകരണങ്ങൾ സംഘടിപ്പിച്ചു. എൻ്റെ ഗ്രാമത്തിൽ പാസ്സാകുന്നൊരു കുറവ്. 2nd ക്ലാസ് ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് സ്കൂളിൽ മീറ്റിങ്, നാട്ടിൽ മീറ്റിങ്. നിങ്ങൾക്ക് ചിരി വരും. 2nd ക്ലാസ് മാർക്ക്. അയലക്കത്തെ പെണ്ണ് റോസ, അവൾ എപ്പോഴും നടന്ന് വായിച്ചും പഠിച്ചും കാല് തട്ടി. എൻ്റെ അപ്പൻ എന്നോട് പറയും, എടാ റോസയെ കണ്ട് പഠിക്കണോടാ. സാർ റോസ തോറ്റു, ഞാൻ ജയിച്ചു. പറഞ്ഞു വരുന്നത്, കർത്താവ് പാവപ്പെട്ട എന്നെ നടത്തിയ വഴികളാണ്. രാവിലെ പണിക്ക് പോകും, 4 മണിക്ക് വന്ന് 2 മണിക്കൂർ പണിതിട്ട് വരും. പഠിത്തമൊക്കെ അവിടെ കിടക്കും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളൊരു അപ്പൻ്റെയും ഒരു പട്ടിണിക്കാരൻ്റെ വീട്ടിൽ കോളേജിൽ പഠിക്കാൻ പറ്റൂ. 10 പാസ്സായെങ്കിലും പള്ളിക്കൂടത്തിൽ കോളേജിൽ പിന്നെ പഠിക്കുന്ന സ്വപ്നങ്ങളായി. വെറും സ്വപ്നം, ഒരിക്കലും കഴിഞ്ഞില്ല. ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായി. വേല ചെയ്ത് സഭാശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് തോന്നി പഠിക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രി എഴുതുമായിരുന്നു. പ്രീ ഡിഗ്രി പേരാമ്പ്ര കോളേജിൽ എഴുതി, CKG കോളേജ്. പുസ്തകമില്ല, കാശില്ല. അയൽവക്കത്തെ പയ്യൻ്റെ പുസ്തകം കൊണ്ടുവന്ന് സിറോക്സ് ചെയ്യാൻ പോലും അത് നോട്ട് എഴുതിയെടുക്കുക. ഇത് രാത്രി ഇരുന്ന് നോട്ട് എഴുതിയെടുക്കുക. പഠിച്ചു. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജയിച്ചു. ഞാൻ പാസ്റ്ററാണ്. ആത്മാക്കളെ നേടിക്കൊണ്ടിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നു, ജയിച്ചു. ഞാൻ ചുരുക്കി പറയാം സാർ, പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി, മടുപ്പുള്ളവർക്ക് വേണ്ടി പറയുകയാണേ. അവിടുത്തെ കർത്താവിനെ നയിച്ചു. പെരുമ്പാവൂർ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ദാനിയൽ സാറെ സെൻറ്റ് തോമസ് കോളേജിൽ തൃശ്ശൂർ ഞാൻ BA ഫൈനൽ ഇയർ എഴുതി. പെരുമ്പാവൂർ ഗോസ്പൽ നാഷണൽ കോൺഫറൻസ് ഇടയ്ക്കാണ് പോയി എഴുതി. പകൽ മീറ്റിങ്, പകൽ പരീക്ഷ, ഉച്ചവരെ തിരിച്ചു വന്ന് വൈകിട്ട് YMCA മീറ്റിംഗ്. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് വായിച്ചത് കൊണ്ട് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA 2nd റാങ്കിലാണ് ഞാൻ പാസ്സായി. 2nd റാങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ആഗ്രഹമായി. ഞാൻ പറയുന്നത് ഗമ പറയല്ല, അനുഷ്യ വിചാരിക്കുക. ദൈവം എന്നെ തൻ്റെ സമയത്ത് പട്ടിണിക്കാരനായ, സങ്കടപ്പെട്ട, 7ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട, 2ാം അമ്മയിൽ നിന്ന് പീഡാനുഭവങ്ങൾ ഇഷ്ടം പോലെ ഏറ്റ, ഉപ്പാപ്പൻ എന്ന മിലിറ്ററിക്കാരൻ കൊലവിളിക്ക് തുടങ്ങിയ സാധുവായ എന്നെ ദൈവം മാനിച്ചത് കൊണ്ട് എൻ്റെ ബന്ധുക്കളുടെ സ്വപ്നങ്ങളെ ദൈവം അട്ടിമറിച്ചു. അവരുടെ സ്വപ്നങ്ങളെ ദൈവം അട്ടിമറിച്ചു. അപ്പം ഞാൻ പൈസ ഇല്ലാത്ത ഞാൻ 2nd ഹാൻഡ് പുസ്തകം വാങ്ങി. കാസർഗോഡുകാരൻ ഭട്ട് എന്ന നമ്പൂതിരിയുടെ പുസ്തകങ്ങൾ ഹോസ്റ്റലിൽ പോയി, സെൻറ്റ് തോമസ് കോളേജ് ഹോസ്റ്റലിൽ പോയി ആ പുസ്തകങ്ങളൊക്കെ കോപ്പി ചെയ്ത് എഴുതി പഠിച്ചു. കർത്താവ് എനിക്ക് BA ഇംഗ്ലീഷ് പാസ്സാകാൻ കൃപ ചെയ്തു. MA ഇംഗ്ലീഷ് പാസ്സായി, MA ഹിസ്റ്ററി പാസ്സായി, MA ഫിലോസഫി പാസ്സായി, MTH പാസ്സായി, ഡോക്ടറേറ്റ് പാസ്സായി. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഗമ പറഞ്ഞതല്ല, ഞാൻ ഒറ്റ ദൂത് പറഞ്ഞതാണ്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും.
വിശ്വസിക്കും, വിശ്വസിക്കും, എല്ലാവരും വിശ്വസിക്കും, എല്ലാവരും വിശ്വസിക്കും. ദൈവം നമ്മെ ഉയർത്തുമെന്ന്, ദൈവം നമ്മെ ഉയർത്തുമെന്ന്, ദൈവം നമ്മെ ഉയർത്തുമെന്ന്. ഈ തലമുറയ്ക്കായി കുറേ പേരെ ദൈവം വേദനിക്കാൻ പോകുകയാണ്. ഈ തലമുറ ഇരിക്കരുത്, വെറുതെ ഇരിക്കരുത്, വെറുതെ വന്നിട്ട് മടങ്ങരുത്. ഈ തലമുറയിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അത് ആത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ എല്ലാവരും. ഞാൻ പിന്നെയും പറയാം, വെറുതെ ഈ സഭയിലേക്ക് ആരും വന്നിട്ടില്ല. ഇന്നിപ്പോൾ ജിതിനെ രാവിലെ പരിചയപ്പെട്ടല്ലാതെ പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് വേറെ ആരും എനിക്ക് പരിചയമില്ല. പക്ഷെ ഞാൻ ദൂത് വിളിച്ച് പറയുക, ചുമ്മാ ഒരാൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നിരുന്ന് മ്യൂസിക്കും കേട്ട് കൈ പഠിച്ചു മടങ്ങാൻ കർത്താവ് ആരെയും വിളിച്ചിട്ടില്ല. എല്ലാവരും ആ ദൂത് ഏറ്റെടുക്കട്ടെ. വെറുതെ 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 ഇരിക്കല്, വെറുതെ മടങ്ങരുത്. അതിനുവേണ്ടി ആരെയും ദൈവം വിളിച്ചിട്ടില്ല, ആരെയും ദൈവം വിളിച്ചിട്ടില്ല, ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ, എനിക്കൊരു നല്ല മുറിയാകട്ടോ പാസ്റ്റർ, അത് നല്ല പുതിയ മണമുള്ള മുറി. യോഗത്തിന് എവിടെയെല്ലാം ഞാൻ പോകുന്നു, പല മുറി താമസമുണ്ടായിപ്പോൾ ഇത് പറയുന്നു. എനിക്കിതൊന്നും വിഷയമല്ല. നല്ല മുറി, നല്ല സ്വീകരണം, പിള്ളേർ വഴിനീളം നിന്ന് ആൾക്കാരെ സ്വീകരിക്കുന്നു. വെരി ഗുഡ്. ആൾക്കാർക്ക് ടു ഫീൽ അറ്റ് ഹോം എന്ന് ഇംഗ്ലീഷിൽ പറയത്തില്ലേ, ആൾക്കാർക്ക് സന്തോഷം. അങ്ങനെ വരുമ്പം തന്നെ സന്തോഷം. ചില ചർച്ചകളൊക്കെ ചെന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കത്തില്ല. നമ്മുടെ വാളകത്തൊക്കെ ഞാൻ ആൾക്കാരെ കുറ്റം പറയില്ല, ആൻസാറെ പറഞ്ഞ കളയല്ലേ. ഞങ്ങളുടെ സഭയിൽ എങ്ങനെ, പഴയ സഭകൾക്ക് ആളെ വേണ്ട, മിണ്ടുകയും പറയൊന്നും ഇല്ല. ആരെല്ലാം പുറകെ വന്നിരുന്നേച്ച് പോവും, ആരും കെയർ ചെയ്യത്തില്ല. അപ്പോൾ പുതിയ സഭകൾക്ക് അങ്ങനെ ഒരു നന്മയുണ്ട്. നല്ല വെൽക്കം, നല്ല വെൽക്കം. ആൾക്കാർക്ക് സന്തോഷമാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതെന്നറിയോ, നിങ്ങളിവിടെ പണിയെടുക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ പണി എന്നായാലും എനിക്ക് വേണ്ടിയില്ല. അത് കമ്പനി പണി ആകട്ടെ, ലെയ്ത്തിലാവട്ടെ, റീട്രേഡിങ് ആയിക്കോട്ടെ, പെയിൻറ്റിങ് ആവട്ടെ, ടാപ്പിംഗ് ആകട്ടെ, എനിത്തിങ് ഏത് പണിയാ, കയ്യിൽ വരുന്ന പണിയായുധങ്ങൾ എന്തായിരുന്നാലും, കറയും ചേറും ചെളിയും എന്തായിരുന്നാലും. ചിലപ്പോൾ ഞങ്ങൾ റബ്ബർ വെട്ട് അറിയാവുന്ന ആൾ, ഞങ്ങൾ കുറച്ച് റബ്ബറൊക്കെ ഉണ്ട് നാട്ടിൽ. നിങ്ങളെ റബ്ബർ വെട്ടിയേച്ച് വന്നാൽ എന്നാ ഇട്ടാലും കയ്യിലെ ഈ ചിരട്ടപ്പാലിൻ്റെ ഒട്ടുപാലിൻ്റെ നാറ്റം പോകത്തില്ല. അറിയാമോ? ചിരട്ടപ്പാലൊക്കെ ഒന്ന് കൈകാര്യം ചെയ്താൽ പിന്നെ അത് 2 ദിവസം എടുക്കാതെ പോകാൻ. ചൊവ്വേ കഞ്ഞി കുടിച്ചാലേ അത് മാറത്തുള്ളൂ. അല്ലാതെ പൗഡർ കൊണ്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ട് പറയാം. ആ നാറ്റമൊന്നും ചാണകത്തിൽ പണിയുന്നവരുടെ കാര്യം അറിയാൻ പാടില്ലേ. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആയി നിങ്ങളുടെ മുഖത്തെ കരിവാളിപ്പോ പണിയെടുത്തിട്ടുള്ള എന്നാ പൗഡർ ഇട്ട് പുട്ടപ്പ് ചെയ്ത് ബ്യൂട്ടീഷ്യനെ കൊണ്ട് പണിതാലും ചിലപ്പോൾ നമ്മുടെ കരിവാളിപ്പ് മാറണമെന്നില്ല. എന്നാ പൊട്ടിയിട്ടാലും കാശ് കളയാന്നേ ഉള്ളൂ, നടക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ, ദൈവം തന്ന പദവി മൂവാഴ്ച മറ്റു പലർക്കുമില്ലാത്ത, ഇവിടുത്തെ വമ്പന്മാർക്കും കൊമ്പന്മാർക്കുമില്ലാത്ത, ഇവിടുത്തെ പ്രതാപികൾക്കും പണക്കാർക്കുമില്ലാത്ത ഒരു പ്രത്യേകത. നിന്റെ മുഖത്ത് ഒരു ഷക്കൈന ഗ്ലോറി, നിന്റെ മുഖത്ത് ഷക്കൈന, നിന്റെ മുഖത്തൊരു ഷക്കൈന ഗ്ലോറി പതിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ഗ്ലോറി നിന്റെ മുഖത്ത് വ്യാപരിക്കട്ടെ, ആ ഗ്ലോറി വ്യാപരിക്കട്ടെ, ആ ഷക്കൈന വ്യാപരിക്കട്ടെ. ഓ ഗോഡ് ഷക്കൈന. ശാന്തനാറ. എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും ദൈവത്തെ ശക്തിയെ. Somebody worship God. Somebody worship God. ദൈവത്തെ ആരാധിക്കുക. Shekinah glory. നിന്റെ മുഖത്ത് വ്യാപരിക്കട്ടെ, നിന്റെ മുഖത്ത് ആവസിക്കട്ടെ, നിന്റെ മുഖത്ത് വ്യാപരിക്കട്ടെ. In Jesus' name. Sharajana rada, Rikarajana re, Rekalajana re, Rikarajare de, Ritalajana re. Amen.
ആമേൻ. എല്ലാവരും വിശ്വസിച്ച് സമർപ്പിക്കുക. എല്ലാവരും സമർപ്പിച്ചു. ദൈവമുമ്പാകെ, ദൂതന് മുമ്പാകെ എല്ലാവരും സമർപ്പിച്ചു. ഓ, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഷക്കൈന ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി, ഒരു വിമോചനമായി, ഒരു തേജസ്സായി ഇറങ്ങി വരട്ടെ, ഒരു തേജസ്സായി ഇറങ്ങി വരട്ടെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ദുഃഖഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്, താങ്ക് യു, ഇരുന്നാട്ടെ. ഞാൻ അനൗൺസ് ചെയ്തല്ലോ, റോമർ 8-ാം അധ്യായത്തിൻ്റെ ഒരു ശുശ്രൂഷ എനിക്ക് ചെയ്യേണ്ടിയിരുന്നു. ഞാനത് വായിച്ചില്ല. എനിക്ക് അങ്ങനെയല്ല ഇന്ന് ഒരു ഗൈഡൻസ് ഉള്ളത്. അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തരുന്ന ചില പ്രകാശനങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ മുഖത്ത് മലയാളത്തിൽ ഒരു വാക്കുണ്ട് പാസ്റ്ററെ, അത് സാധാരണ ആൾക്കാർ ഗ്ലാനി എന്ന് പറയും. ഗ്ലാനി, ഗായുടെ അടിയിൽ ഇങ്ങനെ ഗ്ലാനി കേട്ടുണ്ടോ? വൈക്ലഭ്യം കേട്ടുണ്ടോ? മലയാളമാണ് ഗ്ലാനി. ആകെ വല്ലാതെ കരിവാളി സങ്കടപ്പെട്ട് മുഖത്തെ എല്ലാ പ്രസാദവും പോയി, പ്രകാശവും പോരിയിരിക്കുന്ന മുഖത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലാനി. അതിന് പകരമാണ് ഇംഗ്ലീഷ്, മലയാളമല്ല, ഇംഗ്ലീഷിലെ ഗ്ലോറി. ഗ്ലാനി ഉള്ളവൻ്റെ മുഖത്ത് കർത്താവ് ഗ്ലോറി കാണിക്കാൻ പോകും. ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മുടെ മുഖത്തെ ഗ്ലാനി മാറ്റുന്ന ദൈവത്തിൻ്റെ തേജസ് നിന്റെ മുഖത്ത് വ്യാപരിക്കട്ടെ. നിന്റെ ഗ്ലാനിയെല്ലാം കർത്താവ് എടുത്തു മാറ്റട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിനെ കരിച്ചു മാറ്റട്ടെ. മുഖം തേജസ്സിന്മേൽ തേജസ് കൊണ്ട് നിറയാൻ നിന്റെ മുഖത്ത് ഗ്ലോറി വെളിപ്പെടട്ടെ. നമുക്ക് ഒത്തിരി പ്രസംഗവും, പാസ്റ്റർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇവിടെ ഡാനിയലിനെ പോലെ പാട്ടുകാരുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുമായിരിക്കുമേ, എൻ്റെ തൊണ്ടയും പറ്റുകയില്ല. ശരിയാ, പാടാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഒന്ന് നന്നായി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തവർ കാണും അല്ലേ? ചിലപ്പം ഭാഷാപരമായി, വ്യാകരണം സംബന്ധിച്ച്, വാക്യങ്ങളുടെ ഉത്തരവിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പബ്ലിക്ക് ഒരു വാക്കുപോലും ഉരിയാടാൻ മേലാതൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞാലും ഒരു മിനിമം ബ്ലെസ്സിങ് എന്നറിയോ പ്രിയരെ? ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പാടെല്ലാം പെട്ട്, ഈ സങ്കടമെല്ലാം പെട്ട് വേദനയോടെ ഇവിടെ വരുമ്പോൾ ദൈവമക്കളുടെ മുഖത്ത് കർത്താവ് തരുന്ന ആ തേജസ് ഉണ്ടല്ലോ, അത് ഒരുപാട് പേരെ ഇമ്പാക്റ്റ് ചെയ്യും. ഒത്തിരി പേരുടെ മേലെ അത് വ്യാപരിക്കാൻ പോകുകയാണ്. ഒത്തിരി സങ്കടങ്ങൾ മാറാൻ പോകുകയാണ്. ഒരുപാട് മുഖത്ത് സന്തോഷം വ്യാപരിക്കാൻ പോകുകയാണ്. ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ആമേൻ ഒരു മുഖപ്രകാശം ദൈവം തരാൻ പോകുകയാണ്. നിങ്ങൾ ഒരുപാട് പേരെ സ്വാധീനിക്കുമാറ് പലരെയും തലമുറയിൽ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. Impacting the present generation. ഈ തലമുറയെ സ്വാധീനിക്കുന്ന ഒരു സ്വാധീന ശക്തിയാക്കി ദൈവം ചെറുപ്പക്കാരൻ തന്നെ മാറ്റാൻ പോകുകയാണ്. ഇവിടെ മ്ലേച്ഛതയും അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച പാസ്റ്ററെ, ചെറുപ്പക്കാർക്ക് അറിയാവോ ക്രഷ് എന്ന വാക്ക്? ചെറുപ്പക്കാർക്ക് അറിയാം മക്കളെ? ഇവിടെ ക്രഷ്, പണ്ട് കുടിക്കുന്ന ഒരു സാധനത്തിന് ക്രഷ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ ക്രഷിൻ്റെ ഇംപ്ലിക്കേഷൻ? പറയാം ആർക്കെങ്കിലും? പോരാ, നിൽക്കുന്ന കക്ഷി പറ. ക്രഷ് പുള്ളിക്ക് നാണായിട്ടാ. എനിക്ക് ഒരാളോടൊരു ക്രഷ് ഉണ്ടെന്ന് പറയാം. അർത്ഥം മനസ്സിലായോ? ചെറുപ്പക്കാരുടെ ഒരു ഭാഷയാണ്. ഈയിടെ ക്രഷും ബ്രേക്കപ്പും സ്ഥിരം പരിപാടിയാണ്. ക്രഷ് മൂത്ത് വരും, പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും. ഇവിടുത്തെ യവനക്കാരുടെ ഒരു പ്രധാന രീതിയാണ്. അപ്പം മുഖത്ത് ഈ പറഞ്ഞ പലതും കാണത്തില്ല. എപ്പോഴായാലും ക്രഷിൻ്റെ സാധ്യതകൾ ആൾക്കാരുടെ പ്രതീക്ഷ. സമസ്ത വേഷം കിട്ടും. കർത്താവിൻ്റെ സഭ, ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഇപ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഇന്ന് ചുമ്മാ സാറേ രാവിലെ വരുമ്പോൾ പുതിയ സഭയല്ലേ, പാസ്റ്റർക്ക് വെള്ളയുടുപ്പ് അല്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. നേരെ
ഏതാ മോഡേൺ ചെറുപ്പക്കാരല്ലേ, അപ്പോൾ നല്ല ചുമന്ന കുപ്പായൊക്കെ. ഞാൻ പലത് കാണുന്നതാണ്. അത് ഞാൻ വിമർശിക്കുകയല്ല, ഇതിനെ പുകഴ്ത്തുകയല്ല. അപ്പോൾ പുതിയ സിസ്റ്റം അല്ലേ പിള്ളേരുടെ, ഞങ്ങളുടെ കൂടെ പഴയ. അപ്പോൾ ഞാൻ പറയും വെള്ള ഉടുപ്പിടുക, ക്ലീൻ ഷേവ് ചെയ്യുക, ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ആരെയും ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മീശകളോട് എനിക്കൊരു വിരോധമില്ല കേട്ടോ, പ്ലീസ് എൻ്റെ വിഷയം പറയാം. നല്ല മീശ വെച്ച ചെറുപ്പക്കാരൻ നല്ല സ്റ്റൈലായിട്ട് പാൻസൊക്കെ ഇട്ട്, എൻ്റെ കൂട്ടല്ല, നല്ല എന്തോ ഇപ്പോഴത്തെ സ്റ്റൈലിൽ പാൻസ് വിട്ട്, നല്ല ഷർട്ട് വിട്ട്, നല്ല ബെൽറ്റും കെട്ടി, നല്ല ഷൂസ് വിട്ട് ഇവിടെ നടന്നാൽ ഒരു കുഴപ്പമില്ല. ചുമ്മാ വേഷം കെട്ട് വേണം, നല്ല ഡീസൻ്റായി നടന്നിട്ട് ഈ പബ്ലിക്കിൻ്റെ വേഷം കെട്ടും ഏർപ്പാടും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അവരെ ആത്മാവിൽ സ്വാധീനിക്കാൻ കഴിയും. കാര്യം ഒരു ദൈവം ചോദിച്ചാൽ ശക്തമായി നിന്റെ മുഖത്തെ തേജസ് മതി, നിന്റെ മുഖത്തെ തേജസ് മതിയെന്നും, നിന്റെ മുഖത്തെ തേജസ് കൊണ്ട് ജനത്തെ സ്വാധീനിക്കുക. ഹോട്ടലിൽ ശാപ്പാട് കഴിക്കുമ്പോൾ ചെറുപ്പക്കാരെ വലിയ ഹല്ലേലൂയ ഗ്ലോറി ഒന്നും പറഞ്ഞല്ല, വല്ലതും വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് പബ്ലിക് ഹോട്ടലിൽ ഒന്ന് കണ്ണടച്ച് ഒരു അര മിനിറ്റ്, ഒരു 20 സെക്കൻഡെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കൈ ഉയർത്തേക്ക്. സത്യം പറഞ്ഞുകൊണ്ട് ഒരു അച്ചായനൊക്കെ 3-5 പേരേ ഉള്ളൂ. ഞാൻ പറയുന്ന ഇമ്പാക്റ്റിങ്ങാണ് ഞാൻ പറയുന്നത്. യു നീഡ് ടു ഇമ്പാക്ട് പീപ്പിൾ. എപ്പോഴും പ്രസംഗിക്കാനും മറുഭാഷ പറയാനൊന്നും പറ്റത്തില്ല ഇവിടെ, പക്ഷെ ജീവിതം കൊണ്ട് ജനത്തെ സ്വാധീനിക്കണം. അനേക ഞാനും വൈഫും യാത്രാശീലം ചെയ്യുന്നവരല്ലേ, ചിലപ്പോൾ ഹോട്ടലൊക്കെ. ഇന്ന് രാവിലെ ഞാൻ കോട്ടയത്തു നിന്ന് ചെറിയൊരു ചായ, ഇച്ചിരി വയറ്റിൽ ഒരു കത്തിൽ മാറാൻ വേണ്ടി ചെറിയൊരു സാധനം കഴിച്ചു. തമിഴന്മാരുടെ കടയായിരുന്നു. ഈ അന്നേരം പിന്നെ എല്ലാം ഈ നെറ്റിയ വരയും കുറിയൊക്കെ ഉള്ള. അപ്പം ഞാൻ എൻ്റെ സ്ഥിരം പതിവാണ്, അവർ വിളമ്പി വെച്ചു. ചമ്മന്തി കൊണ്ടിരുന്നേ ഉള്ളായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ എൻ്റെ പതിവ് പോലെ ഒരല്പം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുതലാളി അടക്കം എല്ലാവരും കണ്ണുമിഴിച്ച് നിൽക്കുക. കാരണം ചമ്മന്തി വിളമ്പാൻ പറ്റുന്നില്ല, കാരണം ഞാൻ കണ്ണടച്ച് സ്തോത്രം ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു അതൊരു സ്വാധീനമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ എൻ്റെ കാര്യം പറയല്ല മക്കളെ, പോകുന്നിടത്തെല്ലാം ഷട്ടിലും കുപ്പായത്തിലും വെണ്മയിലും ക്ലീൻ ഷേവിലും ഒന്നുമല്ല. അതിനപ്പുറത്ത് ജീവിതം കൊണ്ട് ജനത്തെ സ്വാധീനിക്കുക. ഇമ്പാക്ട് യുവർ പ്രസന്റ് ജനറേഷൻ. ഇമ്പാക്ട് യുവർ ജനറേഷൻ. ആമേൻ. നിന്റെ മുഖത്ത് കരിവാളിമായ ഒരു പുഞ്ചിരി ദൈവം നൽകട്ടെ. കൃത്രിമമായ പുഞ്ചിരി അല്ല, കളിപ്പീരി പുഞ്ചിരി അല്ല, ബിസിനസ്സുകാരുടെ പുഞ്ചിരി അല്ല. അപ്പൊ കൃപയുടെ, അഭിഷേകത്തിന്റെ, തേജസ്സിന്റെ ഒരു നിറച്ചിരി നിന്റെ മുഖത്ത് ഉണ്ടെങ്കിൽ ഈ തലമുറയെ നീ സ്വാധീനിക്കാൻ പോകുക. ഈ തലമുറയെ സ്വാധീനിക്കാൻ പോകുക. ഞാനധികം നീട്ടത്തില്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ വാദോരാതെ പറയും. എന്നിട്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ഇതാ എല്ലാവരുടെയും കൊതിയും താല്പര്യവും. പക്ഷെ ആ ഭാഗം ശരിക്കും വായിച്ചാൽ നിങ്ങൾ കാണും, കേവലം നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു മാത്രമല്ല യഹോവ പറഞ്ഞത്. ബ്ലെസ്സിങ് എന്ന വാക്ക് സംബന്ധിച്ച് ആ പാസേജിൽ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ നിനക്ക് എണ്ണാമോട എന്നൊക്കെ പറഞ്ഞില്ലേ ദൈവം. ആ ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ ബ്ലെസ്സിങ്ങിൻ്റെ വേറൊരു ഇംപ്ലിക്കേഷൻ കർത്താവ് പറഞ്ഞു. ആർക്കെങ്കിലും പറയാമോ? പറയൂ. അനുഗ്രഹത്തിൻ്റെ മറ്റൊരു മണ്ഡലം പറഞ്ഞു. എന്നാന്നറിയാവോ? ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. കരമുറത്തി സമർപ്പിച്ചാട്ട് എല്ലാവരും ആമേൻ. കർത്താവെ അത് വേണം ഇത് വേണം പിള്ളേരെ ഇന്നതാക്കണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹങ്ങൾ പിടിച്ചു മേടിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പകരം കർത്താവെ ഒരുപാട് പേർക്ക് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. എല്ലാവരും സമർപ്പിച്ചാട്ടെ. എന്നെ ഒരു അനുഗ്രഹമാക്കണം കർത്താവേ, എന്നെ ഒരു അനുഗ്രഹമാക്കണം കർത്താവേ. വീടിന്, സമൂഹത്തിന്, പള്ളിക്കൂടത്തിന്, അയൽവക്കത്തിന്, ബാന്ധവങ്ങൾക്ക് എന്നെയും നിങ്ങളെ ഈ തലമുറയിൽ ഒരു ബ്ലെസ്സിങ് ആക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരും വിശ്വസിക്കുക, ദൂത് ഏറ്റെടുക്കുക. ദൈവം തന്നെ ഒരു അനുഗ്രഹമാക്കാൻ പോകുക എന്ന് രാവിലെ.
ഒരു പാട്ടുണ്ട്, ആ പാസ്റ്റർക്ക് അറിയാം, പഴയ ഇംഗ്ലീഷ് പാട്ട്. നമ്മുടെ ഡാനിയൽ അങ്ങ് പോയി കാണുന്നില്ല. എന്തേടോ? കുഴപ്പമില്ല, പാടാനല്ല, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറയാൻ വന്നത് മേക്ക് മീ എ ബ്ലെസ്സിങ് ടു സമ്മൺ ടുഡേ. പാട്ട് കേട്ടില്ലേ പാസ്റ്റർ? മേക്ക് മീ എ ബ്ലെസ്സിങ്, make me a blessing out of my heart, let Jesus shine. Make me a blessing, make me a blessing, make me a blessing to someone today. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പാട്ടറിയാവുന്ന ഒരു പാടിയെ കുറച്ചുകൂടെ നന്നായിരിക്കുവേ. മേക്ക് മീ എ ബ്ലെസ്സിങ് ടു സമ്മൺ ടുഡേ. പ്രാർത്ഥിക്കാമോ ചെറുപ്പക്കാരാ? കർത്താവേ, പോകുന്ന വഴിക്കെല്ലാം എന്നെ അനുഗ്രഹിക്കാൻ മാത്രമല്ല, ഞാൻ പോകുന്നിടത്തെല്ലാം ചിലർക്കെങ്കിലും എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. സമ്പടി കരപൊട്ടി സമർപ്പിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്, കർത്താവേ എന്നെ ഒരു അനുഗ്രഹമാക്കണമേ. ആർക്കെങ്കിലും എന്നെ ഒരു അനുഗ്രഹമാക്കണമേ കർത്താവേ. എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ സ്കൂളിൽ, കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ ഒരു അനുഗ്രഹമാക്കി എന്നെ മാറ്റണമെന്ന്, ഈ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാക്കി എന്നെ മാറ്റണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, ഞാൻ റോസ്മയെ അടുത്തിടയ്ക്ക് വായിച്ചു വരുന്ന ഞങ്ങളുടെ തുടർച്ചയായ വായനയിൽ യോസഫിൻ്റെ കാര്യമാണ് 2 ദിവസമായിട്ട് വായിച്ചു വരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണല്ലേ. അവിടെ എന്നെ സ്പർശിച്ച വാക്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണത്. യോസഫ് 3 വട്ടമെങ്കിലും, ഇന്നലെ വൈകിട്ടതാണ് ഞങ്ങൾ വായിച്ചത്, 3 വട്ടം ചേട്ടന്മാരുടെ മുന്നിൽ തന്നെ വെളിവാക്കിയ ഒരു ഘട്ടം ഓർക്കുന്നില്ലേ? പൊട്ടിക്കരഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്തൊന്ന് പുറത്താക്കുവീൻ, എനിക്കൊന്ന് കരയണം, തകർന്ന് ഇങ്ങോട്ട് അടുത്ത് വരുവീൻ. എനിക്കത് ഊഹിക്കുമ്പോഴേ കുളിർ കോരിയിടും. അവരുടെ വിറയലും പരിഭ്രമവും ഊഹിക്കുക. പഴയ സ്വപ്നങ്ങൾ ഞാൻ പിന്നെയും വിളിച്ചു പറയാം പാസ്റ്ററെ, സ്വപ്നങ്ങൾ നിവൃത്തിയാകും. അപ്പനും അമ്മയ്ക്കും മനസ്സിലാകാത്ത സ്വപ്നങ്ങള്, ഏട്ടന്മാർക്ക് തിരിയാത്ത സ്വപ്നങ്ങള് ദൈവം തന്ന സ്വപ്നങ്ങളാണോ? അത് നിവൃത്തിയാകും. എല്ലാവരും വിശ്വസിക്ക്. ഈ പട്ടണത്തിൽ നിന്ന് സ്വപ്നങ്ങൾ ദൈവാത്മാവ് നിവർത്തിക്കാൻ പോകുക, ദർശനങ്ങൾ നിവർത്തിക്കാൻ പോകുക. അസാധ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ നിവർത്തിയാകുമെന്ന് എല്ലാവരും വിശ്വസിക്കട്ടെ. തടയാൻ ആർക്കും പറ്റത്തില്ല, അത് നിവർത്തിയാകും. 3 വട്ടം അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ട് കരയും പിടിക്കുകയൊന്നും വേണ്ട. എന്നെ വിറ്റത് നിങ്ങൾ ചെയ്തെങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് വേണ്ടിയാ കർത്താവ് എന്നെ ഇവിടെ അയച്ചത്. ആ ദൂത് എനിക്ക് പിന്നെയും പ്രകാശിക്കുക. നിങ്ങൾക്കായി മാത്രം ജീവിക്കരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി മാത്രം ജീവിക്കരുത്. ഈ ദേശത്തിന് വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി, ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ അയച്ചിരിക്കുകയാ. ഇതിനോട് ബന്ധപ്പെട്ട സങ്കീർത്തനത്തിലെ പ്രയോഗമാണ് എൻ്റെ മനസ്സിൽ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത്. 1 മാനുഷിക പ്രയോഗം, 2 ദൈവിക പ്രയോഗം. അതിങ്ങനെയാണ് ആ വാക്യം: അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. അടുത്ത വാക്യം: യോസഫിനെ അവർ ദാസനായി. 2-ാമത്തെ വാക്യം മനുഷ്യൻ്റെ പ്രഖ്യാപനമാണ്. 1-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. അന്നേരം അമ്പോറ്റി പയ്യൻ, നല്ല ചെറുപ്പക്കാരൻ, അവനെ ആ ഏട്ടന്മാരെല്ലാം കൂടെ ചുമ്മാ കൊലയ്ക്ക് കൊടുത്തു എന്ന് നാട്ടുകാർ പറയും. അതാ സംഭവിച്ചത്. പക്ഷെ ആദ്യത്തെ വാക്യമാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവർക്ക് മുമ്പായി വാഗ്ദത്തത്തിന് നിവർത്തിക്കായി, അബ്രഹാമെ ഉടമ്പടിയുടെ നിവർത്തിക്കായി, ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിവർത്തിക്കായി, നൂറ്റാണ്ടുകൾ ദൈവിക ഇടപെടൽ നിവർത്തിക്കായി, കാലം എത്ര കടന്നു പോയാലും, ആണ്ടുകൾ എത്ര മുന്നോട്ട് പോയാലും, തൻ്റെ ജനത്തിനു വേണ്ടി ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ യോസഫിനെ അയച്ചുവെങ്കിൽ, യോസഫേ, നിന്റെ സങ്കടം, നിന്റെ മിഥ്യ
ക്രിസ്ത്യാനി കച്ചവട കൂട്ടം, നിന്നെ ഇട്ട പൊട്ടക്കിണർ, നിന്റെ പൊത്തിപ്പേറയുടെ ഭാവനം, മാറി മാറിയുള്ള പ്രലോഭനങ്ങളും പരീക്ഷകളും. ദൈവത്തിന്റെ വഴിയിലാണ് നീ ദൈവത്തിന്റെ പദ്ധതിയിലാണ്, ദൈവത്തിന്റെ പ്രോഗ്രാമിൽ അവൻ നിന്നെ അയച്ചുമെങ്കിൽ അത് വെളിപ്പെടാൻ പോകുക, അത് നിവർത്തിക്കാൻ പോകുക, അത് വെളിപ്പെടാൻ പോകുക. എല്ലാവരും കരങ്ങളെ അടിച്ച്, കരങ്ങളെ ചേർത്തടിച്ച് വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. നിവർത്തിയാകും, അത് നിവർത്തിയാകും, അത് നിവർത്തിയാകും, അത് നിവർത്തിയാകും, അത് നിവർത്തിയാകും, അത് നിവർത്തിയാകുമെന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. അത് നിവർത്തിയാകും, അത് നിവർത്തിയാകും. ഈ തലമുറയിൽ അത് നിവർത്തിയാകും.